ശുശ്രൂഷയ്ക്കായിട്ട് നമ്മുടെ ശ്രദ്ധ തിരിക്കും. ത്രിയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. വന്യനായ അച്ഛൻ, സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, നമ്മൾ ഇപ്പോൾ പാടിയ പാട്ട് പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമുക്കെല്ലാ കാര്യത്തിലും വേണമെന്ന്. അതുകൊണ്ടാണ് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞത് രേഖപ്പെടുത്തിയിരിക്കുന്നത്, മുട്ടുവീൻ തുറക്കപ്പെടും, യാചിപ്പീൻ നിങ്ങൾക്ക് ലഭിക്കും എന്നെല്ലാം പറഞ്ഞിട്ട് പറയുന്നത്, തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയോ അധികമായി ലഭിക്കും. നമുക്ക് കിട്ടുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടാണ്. പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടുണ്ടാവുമെങ്കിൽ മാത്രമേ എന്താണ് ചോദിക്കേണ്ടതെന്നും എന്താണ് നമുക്ക് ആവശ്യമെന്നും അറിയത്തുള്ളൂ. ഇത് നമ്മളെപ്പോഴും മനസ്സിൽ കുറിച്ചിട്ടേക്കണം. നമ്മൾ പലപ്പോഴും നല്ലതെന്ന് കണ്ട് വാങ്ങിക്കുന്ന പലതും, ഇവിടുത്തെ നിങ്ങളുടെ അറിയത്തില്ല, നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഷോപ്പിങ്ങിനൊക്കെ പോയി നമ്മൾ പലതും വാങ്ങിച്ചു കൂട്ടും. പക്ഷേ ഒന്നിട്ടേച്ച് അല്ലെങ്കിൽ ഒന്ന് ഉപയോഗിച്ച് വെച്ച് അത് കൊള്ളൂലെന്ന് പറഞ്ഞ് മടക്കി അവിടെ വെച്ചേക്കും. ആ പ്രളയം വന്നപ്പോഴുണ്ടല്ലോ, പല അലമാരിയിൽ നിന്നും പലതും വാരി ഇറക്കി. പ്രളയം കൊണ്ടുപോയി എന്നല്ല, അലമാരിയിൽ പലതും ഇരുന്നതുണ്ട്, പുതിയത് മടക്കി വെച്ചത്, അങ്ങനെ സന്തോഷത്തോടെ പലർക്കും കൊടുത്തവരുണ്ട്. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, രക്ഷപ്പെട്ടു, ഇതെന്ന് അലമാരിക്കകത്ത് സ്വസ്ഥത കിട്ടിയല്ലോ എന്നതാണ് അന്നത്തെ ആശ്വാസം പലർക്കും. ഇതുപോലെ നമ്മൾ പലതും വാങ്ങിച്ചു വെക്കുന്നത്, അനാവശ്യമായി കരുതുന്നത് ഒന്നും അങ്ങനെ വാങ്ങിക്കാതെയും ഒന്നും ആവശ്യമില്ലാതെ ചോദിക്കാതെ ഇരിക്കുന്നതിനാണ് പരിശുദ്ധാത്മാവ് ഉണ്ടാവണം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയോ അധികമായി നൽകുന്നു. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലേ അത് പറ്റുള്ളൂ. ഞാൻ ഇപ്പോൾ ഇന്നും പ്രസംഗിക്കുന്നിടത്ത് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ, ഈ എന്നും കാലത്തെ ഉള്ളതിൽ. ഞാൻ കോലഞ്ചേരിയിലെ അച്ഛനായിരിക്കുമ്പോൾ, അത് 90കളിലാണ് കേട്ടോ, അച്ഛനായിരിക്കുമ്പോൾ ഞാൻ ആ ചാപ്പലിന് മുമ്പിൽ കാലത്തെ പ്രാർത്ഥനയും കഴിഞ്ഞ് നിൽക്കുമോ. അപ്പോൾ ഒരു കൊച്ച് അപ്പനും ഒരു കുഞ്ഞു കൊച്ചും കൂടി എന്നാൽ 3-4 വയസ്സ് കാണും. ഇവർ രണ്ടുപേരും കൂടെ നടന്നു വരിക. എനിക്ക് രസമായി തോന്നിയൊരു കാഴ്ച, ഇവൻ്റെ കയ്യിലൊരു വലിയ പൊതിയുണ്ട്. കുറച്ചു നേരം നടന്നു കഴിഞ്ഞിട്ട് അപ്പൻ്റെ കൈ പിടിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഇടത്ത് കൈയിൽ അപ്പൻ വലത് കൈ കൊണ്ട് പിടിച്ചിട്ടുണ്ട്. കുറച്ചു നേരം നടന്നു കഴിഞ്ഞപ്പോൾ ഇവൻ ഈ പൊതിയുമായിട്ട് അപ്പനെ കെട്ടിപ്പിടിക്കും. അപ്പേ ഇത് പിടിയെന്ന് പറയും. അപ്പം അപ്പൻ മെല്ലെ കൈകൊണ്ട് ഇങ്ങനെ മാറ്റി വെക്കും. എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നല്ല അപ്പനും നല്ല മോനും. അപ്പം എന്നോട് പറഞ്ഞു, അച്ഛാ, ഇവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പം തുടങ്ങി. അന്ന് ആ മിറ്റമൊന്നും ഇന്നത്തെ പോലെ ഈ ടൈൽസ് ഒന്നും ഇട്ടിട്ടില്ല. ഇറങ്ങിയപ്പം തുടങ്ങി അവനിപ്പോൾ പൊതി പിടിക്കണം. അവനെ കൊണ്ട് ശല്യം മോത്തു ഉരുണ്ട് വീഴുവല്ലോ. ഞാൻ പറഞ്ഞു, എടാ നീ പിടിക്കാൻ ഒക്കില്ല എന്ന് പറഞ്ഞു. അവസാനം ഞാൻ ഈ ആശുപത്രിയുടെ ഗേറ്റ് കയറി കഴിഞ്ഞാണ് പറഞ്ഞത്, എന്നാൽ നീ പിടിച്ചു. ഇച്ചിരി കഴിഞ്ഞപ്പോൾ തന്നെ അവന് കൈ കഴിക്കാൻ തുടങ്ങി. അവനെ ഒന്ന് പഠിപ്പിക്കാനാണ് ഞാൻ ഇത്രയും ചെയ്തെന്ന് പറഞ്ഞ് അപ്പൻ മോനെ എടുത്ത് ഉമ്മ എടുത്ത് പൊതിയും പിടിച്ചുകൊണ്ട് പോയി. ഈ സ്വഭാവം നമുക്കുണ്ട്. നമ്മൾ വലുതായെന്നൊക്കെ നമ്മൾ വിചാരിക്കും. നമുക്ക് വലിയ പിടിവാശി, പല സാധനങ്ങളും വാങ്ങിച്ചു, പല കാര്യങ്ങളും നേടും. നമ്മുടെ ആരെങ്കിലും പ്രിയപ്പെട്ടവർ നമ്മളോട് അത് വേണ്ടാന്ന് പറഞ്ഞാലും നമ്മൾ സമ്മതിക്കില്ല. ഇപ്പം എന്നെ കേൾക്കുന്ന കൂടുതലും മുതിർന്നവരാണ്. അത് ചെറുപ്പം മുതൽ മുതിർന്നവർ വരെയുള്ളൊരു പ്രശ്നമാണ് എന്താ വേണ്ടതെന്ന് അറിയാതെ കൂട്ടിവെക്കുക എന്നുള്ളത്. അതുകൊണ്ട് അത് ഉണ്ടാവാതിരിക്കാൻ ഏറ്റവും വലിയ മാർഗം നല്ലൊരു ഉപദേശകൻ. ആ നല്ല ഉപദേശകൻ പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടെങ്കിൽ എല്ലാം കാര്യം ഭംഗിയായി പോകും. ഇത് നമ്മൾ ഈ പാടിയപ്പം ഞാൻ ഓർക്കുകയാണ്. അത് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവണം. പരിശുദ്ധാത്മാവിൻ്റെ കൃപയുണ്ടെങ്കിൽ വേണ്ടത് എന്തെന്നും വേണ്ടാത്തത് എന്തെന്നും നമുക്ക് തീരുമാനിക്കാനായിട്ട് പറ്റും.
അതുകൊണ്ട് നമുക്കെപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് ദൈവത്തിൻ്റെ കൃപ ഉണ്ടാവട്ടെ എന്നാണ്. ഈ അനന്യാസിൻ്റെയും സപ്പീറയുടെയും ആദ്യകാലത്തെ അനുഭവം എന്നൊക്കെ പറഞ്ഞു, ആ അനുഭവമൊന്നും നിങ്ങളുടെ ആരും നിങ്ങളുടെ അല്ല നമ്മുടെ ആരുടെയും ജീവിതത്തിൽ കൊണ്ടുവരില്ല. ആദ്യകാലത്തെ അനുഭവം എന്തുമായിരുന്നു? ഉള്ളതെല്ലാം വിറ്റ് ശിഷ്യന്മാരുടെ കാൽക്ക് വെക്കും. അങ്ങനെ ഇപ്പോൾ ഒരു തീരുമാനം എടുത്താൽ നമ്മളെല്ലാവരും ഇറങ്ങിപ്പോയില്ലേ? എല്ലാം വിറ്റ് ശിഷ്യന്മാർ. അതൊന്നും ഇന്നില്ല. നമ്മൾ പാടുമ്പോൾ ഒക്കെ ആവേശത്തോടെ പാടും, ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോലെ എന്നൊക്കെ പാടും. എല്ലാം പൊതുവക എണ്ണിയെന്ന അന്നത്തെ ചിത്രം. ഈ അനന്യാസിന് സപ്പീറയുടെയും ജീവിതത്തിലെ അവർ കുടുംബമായിട്ട് ഭാര്യയും ഭർത്താവും ഒരുപോലെയാണ് തീരുമാനമെടുത്ത് കുറച്ച് മാറ്റിവെക്കാം. അത് ആ രീതി കുടുംബത്തിൽ നന്നല്ല. ഭാര്യയും ഭർത്താവും രണ്ടുപേരും പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ തെറ്റാണെങ്കിൽ തെറ്റെന്നും ശരിയാണ് ശരിയെന്ന് തെറ്റിൻ്റെ കൂടെ പോകുക എന്നുള്ളതല്ല, ശരിയുടെ കൂടെ വരുത്തുവാൻ കൂടെയുള്ള ആളെ പ്രേരിപ്പിക്കുക എന്നതാണ് ഭാര്യാഭർത്താക്കന്മാരുടെ ആയാലും അപ്പനമ്മമാരുടെ ആയാലും കുഞ്ഞുങ്ങളുടെയും രീതി. ഈ കാലത്ത് അത് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. എന്നിരുന്നാലും പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ അത് ചെയ്യുവാൻ നാം പ്രത്യേകിച്ച് ഓർക്കുക. ഇന്ന് നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഭാഗമായിട്ട് ഇന്നലെ വൈകിട്ട് കുർബാനയിൽ പറഞ്ഞതുപോലെ ലാസറിൻ്റെ സംഭവമാണ്. ലാസറിൻ്റെ ഉയർപ്പൊരു വിഷയമാണ്, എല്ലാവർക്കും സുപരിചിതമായ വിഷയമാണ്. അതുകൊണ്ട് അതാണ് ഇന്നത്തെ ധ്യാനത്തിന് അതുകൊണ്ട് ഇന്നലെ അത് മിണ്ടാതിരുന്നത്. അതിനെക്കുറിച്ച് ഏകദേശം 11 വരെ അല്ലേ എന്ന് നമുക്ക് ചിന്തിക്കാമെന്നാണ് കരുതുന്നത്. നേരത്തെ തീരും ചിലപ്പം. എനിക്ക് ഈ പ്രസംഗം ധ്യാനമൊക്കെ തുടങ്ങിയാൽ ചില സമയത്ത് പെട്ടെന്നങ്ങ് തീരും. അതിൽ ഞാൻ ഓർക്കും പരിശുദ്ധാത്മാവ് അത്രേ പറഞ്ഞുള്ളൂ പറയാൻ എന്ന് വിചാരിക്കും. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ഇരിക്കാം. ഒന്നാമത് നാം അവിടെ കാണുന്ന കാര്യം, കർത്താവും അതുപോലെ തന്നെ മാർത്തയും മറിയയും ലാസറും തമ്മിലുള്ള ബന്ധം കാണിക്കുന്നതാണ് ആ ഭാഗം. മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബെഥാനിയയിലെ ലാസർ എന്ന ഒരുത്തൻ ദീനമായി കിടന്നു. ഈ മറിയ ആയിരുന്നു കർത്താവിനെ പരിമളതൈലം പൂശി അവളുടെ തലമുടി കൊണ്ട് കാൽ തുടച്ചത്. 2 മറിയമാരുണ്ട് കേട്ടോ. പാപിനിയായ സ്ത്രീ വേറെടുത്ത് വരുന്നുണ്ട്. രണ്ടും കൂടി മാറിപ്പോകരുത്. ഇത് ലാസറിൻ്റെ സഹോദരിയായ മറിയയാണ്. അപ്പം കർത്താവിനെ കഷ്ടാനുഭവത്തിന് മുമ്പ് അഭിഷേകം ചെയ്ത ആളാണ് തൈലം പൂശി. ആ മറിയയുടെ സഹോദരനാണ് കർത്താവുമായിട്ട് അത്രമാത്രം പ്രിയമുള്ള മറിയയുടെ സഹോദരനാണ് രോഗിയായി കിടക്കുന്നത്. കർത്താവിന് പ്രിയപ്പെട്ടയാണ് ഏറ്റവും. ലാസറാണ് ഏറ്റവും പ്രിയപ്പെട്ടയാൾ. അതുകൊണ്ടാണ് അതവിടെ പറഞ്ഞേക്കുന്നത്. തലമുടി കൊണ്ട് തുടച്ചു. അവളുടെ സഹോദരനായ ലാസറായിരുന്നു ദീനമായി കിടന്നത്. ആ സഹോദരിമാർ അവൻ്റെ അടുക്കൽ ആളയച്ചു, കർത്താവേ, നിനക്ക് പ്രിയനാവൻ ദീനമായി കിടക്കുന്നു എന്ന് പറഞ്ഞു. യേശു അത് കേട്ടിട്ട്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടത്രേ. ഒരാൾക്ക് രോഗം വന്നതേ ദൈവനാമ മഹത്വത്തിനാണ്. ഇങ്ങനെ ഒരു പ്രയോഗം ഇതിനു മുമ്പുണ്ട്, കേട്ടിട്ടുണ്ടോ? എന്നാലോചിച്ച് നോക്കി. അത് ഞാൻ തന്നെ പറയാൻ നിങ്ങളോട് പറയാൻ വേണ്ടി ഞാൻ പറയും. ഇവന് ഇങ്ങനെ ആയത്, ഞാൻ ആ കാര്യം പറയാതെ ഇവനിങ്ങനെ ആയെന്ന് പറയും. ഇവനിങ്ങനെ ആയത് ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ ചെയ്തിട്ടില്ല, പിന്നെയോ ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ദൈവം ഈ 2 കാര്യത്തിലും ദൈവനാമ മഹത്വത്തിനായി സംഭവിച്ചെന്നാണ് പറയണേ. ദൈവനാമ മഹത്വത്തിനായിട്ട് കഷ്ടപ്പാട് നമുക്കുണ്ടാവും എന്ന് തീർച്ചയല്ലേ? അത് വഹിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് മാത്രം. എന്താ കാരണം അത് വഹിക്കാൻ ബുദ്ധിമുട്ടാവുന്നത്? കഠിനമാണ്. പക്ഷെ അതിനുള്ള താങ്ങും ശക്തിയും ദൈവം തമ്പുരാൻ തന്നെ തരും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു. പിന്നെ ഒരു ഇത് പറഞ്ഞല്ലോ, എങ്കിലും ലോകം തരുന്ന പോലെയല്ല. അതെപ്പോഴാണ് പറഞ്ഞത്? ശിഷ്യന്മാരോട് അവസാനം പോകാൻ നേരത്തെ 14-ാം അധ്യായം 28-ാം വാക്യമാണെന്ന് തോന്നുന്നു, വിശുദ്ധ യോഹന്നാൻ. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നേച്ചു പോകുന്നു, എങ്കിലും ലോകം തരുന്നത് പോലെയല്ല.
കന്യാമറിയാമിനോടെയും പറഞ്ഞു തന്നെ. എന്തു പറഞ്ഞു? കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. എന്നെങ്കിലും ആ കൊച്ചിന് പിന്നെ സമാധാനം കിട്ടിയോ? കിട്ടിയെന്നുള്ളൊരു കൈവക്കി. അതായത് ആ സമാധാനം താങ്ങുള്ള കരുത്താണ് പിന്നെ കൊടുത്തത്. ആ സമാധാനത്തിന് ഇപ്പം അച്ഛൻ ഞാൻ ഒക്കെ സമാധാനം നിങ്ങൾക്ക് തരുമ്പോൾ ആ സമാധാനം പ്രാപിക്കുവാൻ ഒരുക്കമുള്ളവർക്ക് അത് കിട്ടും, ഇല്ലാത്തവർക്ക് കിട്ടില്ല. അത് മടങ്ങിപ്പോരും. അയച്ചിടത്തേക്ക് നിങ്ങളിലേക്ക് മടങ്ങിപ്പോരും. ശിശുമാരോട് പറയുന്നില്ലേ, നിങ്ങൾ ഏതെങ്കിലും വീട്ടിൽ ചെന്നാൽ സമാധാനം പറയുവിൻ, അവിടെ സമാധാനപുത്രനുണ്ടെങ്കിൽ ആ സമാധാനം ആത്മീയ വസ്തു ഇല്ലെങ്കിലോ നിങ്ങളിലേക്ക് മടങ്ങിപ്പോരും. അപ്പം ഞാനും നിങ്ങൾ കുർബാനയ്ക്ക് പള്ളിയിൽ നിൽക്കുമ്പോൾ എൻ്റെ നിങ്ങളുടെ മനസ്സിലുണ്ട്. ഇപ്പം ഞാൻ തരുന്ന ആളാണെങ്കിലും എനിക്കത് ബാധകമാണ് ആണെങ്കിൽ അത് വിശുദ്ധ സ്ഥലത്തേക്ക് മടങ്ങി ചെല്ലും. ആ സമാധാനം അയച്ച സമാധാനം തിരികെ ചെല്ലും. അപ്പം നമുക്ക് ആ സമാധാനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെയൊക്കെ നല്ല വണ്ടികൾക്കുണ്ട്, വാഹനങ്ങൾ, ഷോക്ക് അബ്സോർവർ ഇല്ലേ? ആ ഷോക്ക് അബ്സോർവറിൻ്റെ ഗുണം എന്നാ? ഗട്ടറി വീണാൽ അനക്കൊന്നും ഉണ്ടാകാതിരിക്കാൻ പറ്റിയ വണ്ടികളാണ്. ഞാൻ എറണാകുളത്ത് അച്ഛനായിരുന്ന കാലത്ത് ഒരു ലാമ്പ് സ്കൂട്ടർ ഉണ്ടായിരുന്നു. ആ സ്കൂട്ടറിൽ ഞാൻ പോകുന്ന വഴിക്ക് ഒരു കട്ടറിൽ ചാടി തിരിഞ്ഞു നോക്കാൻ എൻ്റെ സീറ്റ് അങ്ങ് തെറിച്ചു പോയി. എനിക്ക് വലിയ സങ്കടമായിരുന്നു. ഞാൻ അവിടുത്തെ ഈ ഇപ്പോഴത്തെ മനോരമയുടെ അവിടുത്തെ അന്ന് മനോരമയില്ല, വർക്ക്ഷോപ്പിൽ ചെന്ന് കാണിച്ചു നമ്മുടെ ഒരാളുടെ. ഇതെന്ത് പറ്റിയെന്ന് ചോദിച്ചു. അവൻ പുള്ളി പറഞ്ഞു, അച്ഛൻ ഇതിൽ ഒരാഴ്ചയും കൂടെ നടക്കാമെങ്കിൽ എവിടെയെങ്കിലും വെച്ച് അച്ഛനും തെറിച്ചു പോകുന്നു. ഞാൻ എന്നാ കുഴപ്പമെന്ന് ചോദിച്ചവൻ പറഞ്ഞു, ഷോക്ക് അബ്സോർവർ തകർത്ത് കിടക്കുക, അങ്ങനൊരു സാധനം ഈ സ്കൂട്ടറിനില്ല, ആ പട ചെറുത ഉള്ളത് ഇവിടെ ധരിച്ച് കിടക്കുക. അപ്പോൾ ഷോക്ക് അബ്സോർവറാണ് കർത്താവ് നൽകുന്ന സമാധാനം. ഇത് നമ്മുടെ മനസ്സിലുണ്ടാവണം. ഈ ഷോക്ക് അബ്സോർവർ പ്രാപിക്കാനായിട്ടാണ് ദൈവം നമ്മോട്, പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ ഉണ്ടാവേണ്ടത്. അമ്മ എങ്ങനെയാണ് നീ അതിൽ നോക്കിയാൽ ഷിമോൻ്റെ അനുഗ്രഹം കേട്ടോ. ദേവാലയത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഷിമോൻ പറഞ്ഞു, എല്ലാ കാര്യങ്ങളും ഭംഗിയായി പറഞ്ഞിട്ട് അവസാനം എന്നാ പറഞ്ഞേ? നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കിടക്കും, ഒന്നൊന്നുമല്ല, തുടക്കം മുതലേ വാളായി. പരിശുദ്ധാത്മാവ് മൂലം ഗർഭിണിയായെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. കൂടെ ആരും ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നത് വൃദ്ധനായ യൗസേപ്പാണ്. ഈജിപ്തിലേക്ക് പോയപ്പോഴാണ് എപ്പോഴും കൂടെ ഉണ്ടായിരുന്നത് ആ യൗസേപ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ എലിസബത്തോ അല്ലെങ്കിൽ സക്കറിയായോ ഒക്കെ കാണുമായിരിക്കും. അവർക്കൊക്കെ ഇതറിയാവുന്നതും. വേറെ ആരും ഇല്ലായിരുന്നു. അപഹാസം മാത്രമേ ഉള്ളായിരുന്നു, ഓട്ടം മാത്രമേ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ടോ പരശുശ്രൂഷ തുടങ്ങി വലിയ വലിയ കാര്യങ്ങൾ ചെയ്തപ്പോഴും വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു, ചുറ്റും നിന്ന് ആക്രമിക്കുകയായിരുന്നു. ചതഞ്ഞ ഓട, പുകയുന്ന തിരി. മകനെക്കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അമ്മയ്ക്ക് നല്ല സന്തോഷമായിരിക്കും. എന്തോ ഒരു വേദനയായിരിക്കും അനുഭവിച്ചത്. അതുകൊണ്ട് വാൾ ഒരു പ്രാവശ്യമല്ല, നെടുനീളെ അനുഭവിച്ച ആളാണ് കന്യാമറിയാം. എന്നിട്ടും അതിനെ താങ്ങിയത് ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണ്. ഇത് പറയാൻ എളുപ്പമാണ് കേട്ടോ. അനുഭവിക്കുമ്പോൾ മാത്രമേ ഇതിൻ്റെ വേദന ഉണ്ടാവുകയുള്ളൂ. ഇത് പറയുന്നതുകൊണ്ട് കമ്പിവാചകത്തിൽ ഒന്ന് രണ്ട് കാര്യം കൂടി വേറെ പറയാം. ഈ പ്രതിസന്ധികളും പ്രയാസങ്ങളും കഷ്ടപ്പാടും ഉണ്ടാകുന്നത് എന്തുകൊണ്ട്? പലതരം കഷ്ടപ്പാടുകളില്ലേ? കഷ്ടപ്പാടില്ലാത്തവരൊന്ന് കൈപൊക്കാം. ഒരു പ്രശ്നവുമില്ല, ഒരു പ്രയാസവുമില്ല. എൻ്റെ തിരുമേനി, ഞങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ സ്വർഗ സമാനമാണ് എന്ന് പറയാവുന്നവർ കൈപൊക്കാം. ഒരു പ്രശ്നമില്ലെന്നുള്ളവർ. നമ്മുടെ കൊച്ചു പിള്ളേരോട് പോയി ചോദിച്ചാൽ അവർക്ക് സമാധാനമുണ്ടോ? ഇല്ല. ഇപ്പോഴത്തെ കാര്യത്തില്ല. 30 വർഷം മുമ്പ്, 20 വർഷം മുമ്പ് ഞാൻ കൊച്ചി സൺഡേ സ്കൂൾ ഡയറക്ടറായിരുന്നു. അപ്പം കൊച്ചുങ്ങളെ ഒത്തിരി ഇഷ്ടമുള്ളതുകൊണ്ട് അവരോട് പല കഥകളും പറയും. എല്ലാ പള്ളികളിലും പോകുമ്പോൾ ഒരു സൺഡേ സ്കൂളിലേക്ക് കുറച്ച് കുസൃതികളുള്ള സൺഡേ സ്കൂളിൽ ഞാൻ ചോദിച്ചു, പ്രശ്നമുള്ളവരാരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? ഒറ്റയൊരുത്തം കൈപോക്കുന്നില്ല, എല്ലാവർക്കും പ്രശ്നമാണ്. കൊച്ചു പിള്ളേർ പ്രശ്നമാണ്. അപ്പം ഞാൻ ചോദിച്ചു, എന്തോ നിങ്ങളുടെയൊക്കെ പ്രശ്നം? എൻ്റെ അന്ന് വ്യത്യാസമുണ്ടല്ലോ എന്ന് പറഞ്ഞ്, എൻ്റെ പൊന്നച്ഛ, പപ്പയും മമ്മിയും TV കാണും, സീരിയൽ കാണും. ഞങ്ങളൊരു കളി, അതിൻ്റെ ഒരു ഇത് കാണാൻ പോയിരുന്ന ഉടൻ തല്ലും. വീട്ടിൽ തല്ല്, സ്കൂളിൽ തല്ല്, എല്ലായിടത്തും തല്ല.
അപ്പം ഞാൻ അവനോട് ചോദിച്ചു, അവൻ കുസൃതിയോട് ചോദിച്ചു, മോനെ അപ്പോഴേ ഇതിനുള്ള മാർഗം എന്നാന്ന് ചോദിച്ചു. അവൻ പറയാ, എത്രയും പെട്ടെന്ന് പഠിച്ച് പാസ്സായി ഒരു കല്യാണം കഴിച്ച് കൊച്ചുണ്ടാവുമ്പോൾ അതിന് 2 തല്ല് കൊടുക്കും, അപ്പോഴേ അവന് സമാധാനമുള്ളൂ. അപ്പം സമാധാനം ആർക്കും ഇല്ല. ഒരു രീതിയിൽ ചിന്തിച്ചാൽ സമാധാനമില്ലെന്ന് ഞാനും നിങ്ങളും വിചാരിക്കുന്നെങ്കിൽ സമാധാനമില്ല. സമാധാനത്തെ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ പരിശുദ്ധാത്മാവ് പാടി പോലെ പരിശുദ്ധാത്മാവ് കൂട്ടായിരിക്കുക. അതുകൊണ്ട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും തീർച്ചയാണ്. അതിന് 2-3 കാരണമുണ്ട്, അതോടൊന്ന് പറയാം. ഒന്ന്, നമ്മുടെ പൗലോസ്ലീഹ പറയുന്നതാണ്. പൗലോസ്ലീഹ എന്താ പറയുന്നത്? വെളിപാടുകളുടെ ആധിക്യത്താൽ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എൻ്റെ ദേഹത്ത് ഒരു ശൂലം തന്നിരിക്കുന്നു. എവിടെയാ? 1 കൊരിന്ത്യർ 12-ാം അധ്യായം. ഇവിടെ എന്നിട്ട് പറയുന്നത് എന്നാ? എൻ്റെ ദേഹത്തെ കുത്തുവാൻ സാത്താൻ്റെ ദൂതനെ തന്നെ തന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം പൗലോസ്ലീഹായ്ക്ക് നിഗളിക്കാമെങ്കിൽ എന്ന് തോന്നാമെങ്കിൽ എനിക്കും നിങ്ങൾക്കും അത് തോന്നാം. നമ്മുടെ തിരിഞ്ഞു നോക്കിയപ്പോൾ നിങ്ങൾ കൂടുതലും പ്രായമുള്ളവരായാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. തിരിഞ്ഞു നോക്കുമ്പോൾ ഇതുപോലെ പല പ്രശ്നങ്ങളും വന്നത് പലതിനെയും ഒന്ന് ബ്രേക്ക് ചെയ്യാൻ. അപ്പോൾ ഒന്നാമത്തേത് അതുകൊണ്ടാണ്. രണ്ടാമത് എന്തുകൊണ്ടാണെന്നറിയാം? പിന്തിരിഞ്ഞു നോട്ടത്തിന്, പുറകിലേക്ക് നോക്കുക, എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് എനിക്ക് ഈ കഷ്ടപ്പാടുണ്ടായതെന്ന് തിരിഞ്ഞു നോക്കാനായിട്ട്. കൊലഞ്ചേരിയിൽ അച്ഛനായിരിക്കുമ്പോൾ അവിടുത്തെ ഒരു പ്രമാണിയായ ഒരു മനുഷ്യൻ എന്നോട് ഒത്തിരി സ്നേഹമുള്ള, ഞാൻ കൊച്ചച്ഛനാണ്. അപ്പോൾ അദ്ദേഹത്തിന് വലിയൊരു ആക്സിഡൻറ്റ് പറ്റി കൈയും കാലുമൊക്കെ ഒടിഞ്ഞ് വല്ലാതെ കിടക്കുക. ചെന്നപ്പോൾ എനിക്ക് സങ്കടം തോന്നി ആ കിടപ്പ് കണ്ടിട്ട്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, കൊച്ചച്ഛൻ വിഷമിക്കേണ്ട, എന്നെ ആശ്വസിപ്പിക്കാൻ പറ്റുന്നില്ലെന്ന് എനിക്കറിയാം, പക്ഷേ ഇത് ദൈവം എനിക്ക് തന്നതാണ്. എൻ്റെ വഴി ഇച്ചിരി വിട്ടുപോയെന്ന് വെച്ചാൽ വഴിയിൽ നിന്ന് എന്നെ തിരിച്ചു പിടിക്കുക. ഇത് നമുക്ക് ബോധ്യം വേണം. നമ്മുടെ തെറ്റ് ബോധ്യം വരാനും തിരിഞ്ഞു നോക്കാനുമുള്ള ഒരവസരം ആണ് പലപ്പോഴും നമുക്കുണ്ടാകുന്ന പ്രതിസന്ധികൾ എന്ന് നമ്മൾ വായിക്കണം. എല്ലാത്തിനും നമ്മൾ അലമുറയിട്ടിട്ട് കാര്യമില്ല. ഒന്ന് തിരിഞ്ഞു നോക്കുക, എന്താണ് ഈ സംഭവിച്ചത്. ഒരു പക്ഷേ നിഗളിക്കാതിരിക്കാനാവാം, ഒരു പക്ഷേ ദൈവനാമ മഹത്വത്തിനായിട്ട് ആകാം. ദൈവനാമ മഹത്വത്തിനാണെങ്കിൽ ദൈവത്തിൽ സമർപ്പിച്ച് കൊടുക്കുക തന്നെ വേണം. അതിച്ചിരി പാടാണ് കേട്ടോ, വല്ലാത്ത പാടാണ്. ദൈവനാമ മഹത്വത്തിന് നമുക്കുണ്ടായി എന്ന് ഞാൻ വാക്കാൽ പറയാം, പക്ഷേ അത് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോഴാണ് അത് വല്ലാതെ വേദനയായിട്ടിരിക്കുന്നത്. ഒരു വർഷത്തെ മർമറിയം സമാജത്തിൻ്റെ വിഷയം യോബായിരുന്നു, യോബിൻ്റെ പുസ്തകമായിരുന്നു. യോബിൻ്റെ പുസ്തകം എഴുതിയപ്പോൾ തുടങ്ങി പല പ്രശ്നങ്ങളും എനിക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. നമ്മുടെ സമാജത്തിൻ്റെ സെക്രട്ടറി ആയിരുന്ന മേരി മാത്യു ടീച്ചർ എന്നോട് ഒരു ദിവസം പറഞ്ഞു, എൻ്റെ പൊന്ന് തിരുമേനി, ആ വിഷയം എടുത്തപ്പോൾ തുടങ്ങി തലവേദനയാണ്. യോബിനെ കുറിച്ച് പറയാൻ എളുപ്പമാണ്, യോബിൻ്റെ കഷ്ടപ്പാടിനെ കുറിച്ച് പറയാൻ എളുപ്പമാണ്, അമ്മയുടെ കഷ്ടപ്പാടിനെ കുറിച്ച് പറയാൻ എളുപ്പമാണ്, വാക്കുകൊണ്ട് പറയാൻ തീരും. ജീവിതത്തിൽ വരുമ്പോഴാണ് അതിൻ്റെ രൂക്ഷത മനസ്സിലാകുന്നത്. എൻ്റെ ദൈവം എന്നെ നിൻ്റെ നാമമഹത്വത്തിനായിട്ട് ഉപയോഗിക്കുന്നെങ്കിൽ നന്നേ എന്ന് പ്രാർത്ഥിക്കാം. പക്ഷേ ആ കൂട്ടത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരു വാക്ക് എപ്പോഴും ഉണ്ടാവണം, ദൈവമേ നിൻ്റെ പരിശുദ്ധാത്മാവിനെ ശക്തി തരുവാൻ തക്കവണ്ണം നീ എനിക്ക് അയച്ചു തരണമേ. ഞാൻ ബലഹീനനാണ്, അല്ലെങ്കിൽ ഞാൻ ബലഹീനയാണെന്ന് നമുക്ക് പറയാൻ കഴിയുമ്പോൾ മാത്രമേ നമുക്ക് അനുഗ്രഹം കിട്ടുകയുള്ളൂ. പ്രതിസന്ധികളില്ലാത്ത ആരുമില്ല. അതിൻ്റെ ഡിഗ്രി വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും പ്രതിസന്ധികളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമത്തെ വിഷയം അവിടുത്തെ ഉള്ളത്, നമ്മുടെ കർത്താവ് ഇത്രയും പ്രിയനായ ലാസർ, ഇത്രയും പ്രിയമായ കുടുംബത്തിൽ ഒരാൾ രോഗിയായി കിടന്നിട്ട് ചെന്നില്ല. എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വിഷയമാണ് ആ കുടുംബത്തെക്കുറിച്ച്. കർത്താവ് ചെന്നിടത്ത് തന്നെ ഇന്ന് മറിയ വരുന്നത് വരെ വെയിറ്റ് ചെയ്തു എന്നാണ് അവിടെ പറയുന്നത്. ഈ 4 ദിവസം കഴിഞ്ഞ് മരിച്ചു അതിനു മുമ്പ് 2 ദിവസം മുമ്പിലും പറഞ്ഞതാണ്. 4 ദിവസം കഴിഞ്ഞ് വരുമ്പോൾ നമ്മളിലാരും അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. നമ്മളെന്തായിരിക്കും പറയുക? നമ്മളിലാരെങ്കിലും പ്രിയപ്പെട്ടവർ അവരുടെ കാരണം കൊണ്ടല്ല താമസിച്ചാൽ നമ്മൾ സമ്മതിക്കുമോ? സമ്മതിക്കും, എനിക്ക് തോന്നുന്നു ഞാൻ സമ്മതിക്കില്ല. ഇത്രയൊക്കെ ആയിട്ട്, അതും 2 നാഴിക ദൂരേ ഉള്ളൂ. യെരുശലേമും ഈ ബഥാനിയും തന്നെ വേദത്തിൽ പറയുന്നുണ്ട്.
2 നാഴിക ദൂരത്ത് ബഥാനിയിൽ, 2 നാഴിക എന്ന് പറഞ്ഞാൽ 2 മൈൽ, 2 മൈൽ അകലെയുള്ള സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് വരാൻ കർത്താവ് താമസിപ്പിച്ചു. അതിൽ നമ്മൾ പ്രധാനമായിട്ട് ഓർക്കേണ്ട, പ്രാർത്ഥിക്കുന്ന മനുഷ്യർ ഓർത്തിരിക്കേണ്ട, നമ്മൾ തമ്മിലുള്ള ബന്ധത്തിൽ, മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിൽ അത് നമുക്ക് വലിയ പൊറുക്കാൻ പറ്റാത്ത പാവമാണ്. എന്നാലും ചിലപ്പോഴൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യരുത്, പൊറുക്കണം. കാരണം എന്താണെന്ന് അന്വേഷിക്കണം. ഇവിടെ നോക്കിയ കർത്താവ് 4 ദിവസം മരിച്ച് 4 ദിവസം കഴിഞ്ഞാണ് എത്തുന്നത്. അതിൻ്റെ കാരണമുണ്ട്. ജോഷുവാച്ചൻ അത് പ്രത്യേകിച്ച് പറയുന്നു, മനുഷ്യൻ്റെ സമയവും ദൈവത്തിൻ്റെ സമയവും രണ്ടാണ്. നമ്മൾ വിചാരിക്കുമ്പോൾ അല്ല ദൈവം നമ്പരെ ഉദ്ദേശിക്കുന്നത്. ദൈവത്തിന് അത് നടത്താൻ ഒരു സമയം, നമ്മുടെ ആവശ്യത്തിൻ്റെ സമയം കൂടെ കണക്കാക്കി ദൈവം നമ്പരാൻ ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്തെ അത് നടക്കും. നമ്മൾ ചിലപ്പോൾ ആദ്യം വ്യാധിയൊക്കെ എടുത്ത് ബഹളം വയ്ക്കും, പലരെയും ഓടിപ്പോയി കാണും. ഇതിൻ്റെ അവസാനത്തിൽ കല്ലറയ്ക്ക് ചെന്ന് കർത്താവ് പ്രാർത്ഥിക്കുന്നത് എന്താ? പിതാവേ, നീ എൻ്റെ പ്രാർത്ഥന കേട്ടതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. പ്രാർത്ഥിക്കാൻ പോയി നിൽക്കുന്നതിന് മുമ്പാണ് പറയുന്നത്, അല്ലെങ്കിൽ പറയാൻ പോകുന്നതിന് മുമ്പാണ് പറയുന്നത്. അപ്പം നമ്മുടെ പ്രാർത്ഥന നമ്മൾ പറയുമ്പോൾ തന്നെ ദൈവം കേൾക്കുന്നുണ്ട്. നമുക്കെപ്പോഴത് വിശ്വാസമില്ല. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വിശ്വാസം വേണം. കർത്താവ് പറഞ്ഞ കണ്ടില്ലേ, നീ എൻ്റെ പ്രാർത്ഥന കേട്ടതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അത് കഴിഞ്ഞു പോയ ഒരു സംഭവമാണ്, ദാവാം ദൈവം കേട്ടൊരു സംഭവമാണ്. ആ സംഭവം വീണ്ടും ഇവിടെ പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം പിതാവും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ കർത്താവിനറിയാം സംഭവിക്കാനിരിക്കുന്ന കാര്യം. അത് സംഭവിക്കേണ്ട സമയത്തെ സംഭവിക്കാവൂ. അത് നമ്മളുടെ ആത്മീയ ജീവിതത്തിൽ പ്രത്യേകം ഓർക്കണം. ദൈവം നടത്തിത്തരുന്ന താമസം വരുന്നെങ്കിൽ, കാലവിളംബം വരുത്തുന്നെങ്കിൽ അത് എൻ്റെയും നിങ്ങളുടെയും മഹത്വത്തിനായിട്ടാണ്. നമ്മൾ പറയത്തില്ലേ, ചിലപ്പം മൂക്കാതെ പഴുത്തതാന്ന് പറയത്തില്ലേ, ചിലരെ കുറിച്ച് നമ്മൾ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്, അത് മൂക്കാതെ പഴുത്തായതുകൊണ്ടാണ് അവ നേരെയാവാത്തത്. മൂക്കാതെ കഷ്ടപ്പാടുകളിലൂടെ അത് മനസ്സിലാക്കേണ്ടുന്ന സമയത്ത് മാത്രമേ ദൈവം നമുക്ക് നമ്മിൽ പ്രവർത്തിച്ച് ആ കാര്യം നടത്തുകയുള്ളൂ. ചിലപ്പോൾ നമ്മൾ ഓർക്കും, എന്തിനാ ദൈവം ഇത്ര വർഷം എന്നെ വേദനിപ്പിക്കുന്നത്, എന്തിനാ ഈ കഷ്ടപ്പാടുകളെല്ലാം നീ എനിക്ക് തന്നിരിക്കുന്നത്? കരഞ്ഞ് കരഞ്ഞ് ഞാൻ മടുത്തു. അങ്ങനെ പറഞ്ഞിട്ടുള്ളവരില്ലേ? കരഞ്ഞ് കരഞ്ഞ് ഞാൻ മടുത്തു, വേദനിച്ചല്ലോ ഒത്തിരി, എന്നെ എന്തിനാണ് നീ എന്നെ ഇങ്ങനെ കഠിനമായി വേദനിപ്പിക്കുന്നത്, എന്തിനാണ് മുറിപ്പെടുത്തുന്നതൊക്കെ ചോദിക്കും. പക്ഷേ ചില അനുഭവങ്ങൾ പഠിച്ചു നോക്കിയാൽ അതിൻ്റെ അവസാനത്തിൽ കർത്താവ് കരുതിയതാണ് ശരി എന്ന് നിങ്ങൾ 100% സമ്മതിച്ചു പറയും. ഇതും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പറയാൻ എളുപ്പമാണ്, പ്രവൃത്തിയിൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സംഗതിയാണ്. നമുക്കെപ്പോഴും നമ്മളിലേക്ക് ഒരു വേദന വന്നാൽ, പ്രയാസം വന്നാൽ ഒന്ന് പരിഹരിച്ച് കിട്ടിയാൽ മതി, ആ നിമിഷം പരിഹരിച്ച് കിട്ടണമെന്ന് പിടിവാശി എടുക്കുന്നവരാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തെ, ആത്മീയ ജീവിതത്തിൽ ഓർത്തിരിക്കേണ്ടതായ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മുടെ കാര്യങ്ങളും ദൈവം നിശ്ചയിക്കുന്ന സമയവും തമ്മിൽ ഒത്തിരിയേറെ വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യം നാം പ്രത്യേകിച്ച് ഓർത്തിരിക്കുക. ഇവിടെ ഏറ്റവും പ്രിയപ്പെട്ടവനാണ് മരണാസനായി കിടന്നത്, കണ്ടില്ലേ? ഒത്തിരി പ്രിയപ്പെട്ടവനാണ് മരണാസനായി കിടന്നത്. ഇന്നലെ സന്ധ്യാനമസ്കാരത്തിൽ, കുർബാനയ്ക്കുമ്പോഴുള്ള സന്ധ്യാനമസ്കാരത്തിന് ശുചിത്വം വായിച്ച പ്രമേയം ശ്രദ്ധിച്ചാൽ നിങ്ങൾ കാണും, അവിടെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. കർത്താവിൻ്റെ ആ ആഗമനത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്നു, കർത്താവിന് പ്രിയപ്പെട്ടവനാണ്, തൻ്റെ സ്വന്തം രൂപയിൽ, മൊത്തം മനുഷ്യജാതിയെക്കുറിച്ച് അവിടെ പറഞ്ഞേക്കുന്നു. സ്വന്തം രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനാണ്, തൻ്റെ കൈകൊണ്ട് മെനഞ്ഞവനായ മനുഷ്യനാണ് ഈ വേദന അനുഭവിക്കുന്നത്. തൻ്റെ സ്വന്തം രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട, തൻ്റെ കൈമെനഞ്ഞുണ്ടാക്കിയതായ മനുഷ്യജാതിക്ക് വന്നിട്ടുള്ളതായ ആ സംഭവത്തെക്കുറിച്ച് അതിനകത്ത് വിശദമായി വിവരിക്കുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലായി കാണുമായിരിക്കും. അതിനകത്ത് ഒത്തിരി തിയോളജിക്കലായി ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനകത്ത് പ്രത്യേകം എടുത്ത് പറയുന്ന ഒരു സംഭവമാണ് എനിക്ക് പ്രിയനായവൻ എന്നുള്ളതിനെക്കുറിച്ച് വ്യാഖ്യാനം പിതാക്കന്മാർ എഴുതിയിരിക്കുന്നത് മനുഷ്യജാതിയെ മൊത്തത്തിലാണ് എന്നാണ് അവിടെ പറഞ്ഞേക്കുന്നത്.
ലാസറിനെ മാത്രമല്ല മനുഷ്യജാതിയെ മൊത്തത്തിൽ തനിക്ക് പ്രിയനായവൻ, തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടതായ മനുഷ്യൻ്റെ അധപതനാവസ്ഥയെക്കുറിച്ചുള്ള ഒരു വേദന. പ്രിയനായവൻ എന്നെടുത്ത് പറയുമ്പോൾ അതാണ് ആ പ്രിമിയൻ. എപ്പോഴെങ്കിൽ പ്രിമിയൻ സദറായിക്കകത്താണ് അത്. എപ്പോഴേലും നിങ്ങളൊന്നുകൂടി വായിച്ച് കേൾക്കുന്നത് നല്ലതാണ്. ഇപ്പം 4 ദിവസം കഴിഞ്ഞാണ് അവിടെ എത്തുന്നത് എന്നത് നമ്മൾ ഓർക്കുക. മൂന്നാമത് നാം അവിടെ കാണുന്നത്, ഇതെല്ലാം കഴിഞ്ഞിട്ട് കർത്താവ് ശിഷ്യന്മാരോട് പിന്നെ ഈ വിവരങ്ങളൊക്കെ പറയുന്നത്. കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നമുക്ക് യെരൂശലേമിലേക്ക് പോകാം എന്ന് പറയുമ്പോൾ ശിഷ്യന്മാർ വിലക്കുന്നുണ്ട്. അവിടെ പ്രതിസന്ധികളും പ്രയാസം, നിന്നെ കൊല്ലുവാൻ അവർ പ്രാപിച്ചവർ, അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. അത് കൂടെയുള്ള സ്വാഭാവികമായ ഒരു മുന്നറിയിപ്പും ഒരു കരുതലും ശിഷ്യന്മാരുടെ ഭാഗത്തു നിന്നുള്ളത്. ആ കരുതൽ കൊണ്ട് തന്നെ അവർ പറയുന്നു, അങ്ങോട്ട് പോകാതിരിക്കുകയല്ലേ നല്ലത് എന്ന് പറയുന്നു. പക്ഷേ കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ്. അപ്പോൾ പറയുന്ന മറുപടി, ഉറങ്ങാമെന്ന് എഴുന്നേറ്റോളും. പിന്നാണ് സ്പഷ്ടമായി പറഞ്ഞു എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ സ്പഷ്ടമായി പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വാക്യം അവിടെ ഉണ്ട്. ഒരാൾ പറയുന്നുണ്ട്, നമുക്കും മരിക്കാൻ അങ്ങോട്ട് പോകാം. ആരാ പറഞ്ഞത്? തോമാസ് ലീഹ പറഞ്ഞു, നമുക്കും അങ്ങോട്ട് മരിക്കുവാനായിട്ട് പോകാം എന്ന് പറയുകയാണ്. അതിനു മുമ്പ് നമ്മൾ ആലോചിച്ച് നോക്കി, ഈ ഹേരോദാവ് കർത്താവിനെ അന്വേഷിക്കുന്നു എന്ന് പരീശന്മാരും മതപണ്ഡിതന്മാരും ചെന്ന് പറയുന്നുണ്ട്. മതപണ്ഡിതന്മാരും പരീശന്മാരും നിന്നെ ഹേരോദാവ് അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്നായിരുന്നു മറുപടി? കർത്താവ് പ്രയോഗിക്കാത്തൊരു വാക്കവിടെ പറഞ്ഞു. കർത്താവിൻ്റെ വായിൽ നിന്ന് അങ്ങനെ ആരെയും ഇകഴ്ത്തി പറയുന്ന ഒരു പ്രയോഗമില്ല. പറയോ, ഞാൻ 2 ദിവസം കൂടെ പ്രവർത്തിക്കും, എൻ്റെ സമയം ഇവിടെ വന്നിട്ടില്ല. എന്നിട്ട് ഹേരോദാവിനെ കുറിച്ച് പറയുന്നൊരു വാക്കുണ്ട്. പറയോ, ആ കുറുക്കനോട് ഞാൻ ഇനി 2 ദിവസം കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞേക്കാം. വേറെ എവിടെയും കർത്താവ് അതിലൊരു പ്രയോഗം പറഞ്ഞിട്ടില്ല. എന്താ കാര്യം? അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കേണ്ടതാണ്. അതിനകത്തുള്ള സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, ഈ കുടുംബപ്പേര ഹേരോദ എന്നുള്ളത് അന്തിപ്പാസായത്. അപ്പൻ ഹേരോദാവ് മരിച്ചു കഴിഞ്ഞപ്പം മക്കൾക്കെല്ലാം വീതം വെച്ച് കൊടുത്തു. ഫിലിപ്പിന് റോമിലാണ് ഉള്ളത്. സഹോദരനായ ഫിലിപ്പോസിൻ്റെ ദേശം ഭരണസീമ റോമ. അതേ സമയത്ത് ഇവിടെ യഹൂദയ ദേശമൊക്കെ ഉള്ളത് അന്തിപ്പാസിന്. സഹോദരനെ 1 മാസക്കാലം ഇതിനു വേണ്ടി വിളിച്ചു. എന്താ, അവധിക്കാലം ആഘോഷിക്കുന്ന പോലെ ആഘോഷിക്കാൻ വിളിച്ച് അവിടെ ചെന്നപ്പം ചെയ്ത് പറ്റിയ പണി എന്താണെന്നറിയാമോ? അവിടുന്ന് ഫിലിപ്പിൻ്റെ ഭാര്യയും കൊണ്ടിങ്ങ് പോകുന്നു. ഹെരോദി അവൾ ഭയങ്കര ദുഷ്ടയായിരുന്നു, നമുക്ക് പിന്നെയുള്ള അനുഭവത്തിൽ അറിയാം. അപ്പം സ്വന്തം സഹോദരൻ, അതാണല്ലോ യോഹന്നാനോട് ഹെരോദാവിനോട് ദേഷ്യം, ഹെരോദയ്ക്കുണ്ടായിരുന്ന ദേഷ്യം അതാ. യോഹന്നാൻ ശക്തമായി പറഞ്ഞു, സ്നാപകൻ. അതുകൊണ്ട് തന്നെ അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് കുറുക്കൻ്റെ പണിയാന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തെ പണി, സത്യം നേരെ പറഞ്ഞ യോഹന്നാൻ സ്നാപകനെതിരെ കൊല്ലുവാൻ മടി കാണിക്കാത്തവനാണ് ഹെരോദാവ്. അതിൻ്റെ കാഠിന്യമേറിയ വാക്കാണ് ആ കുറുക്കനോട് പോയി മിണ്ടായി. ഈ ഹെരോദിയെ വിളിച്ചുകൊണ്ട് വന്നുകൊണ്ട് ഒരു കുഴപ്പം പറ്റി. ഈ അന്തിപ്പാസിന് നല്ലൊരു ഭാര്യ ഉണ്ടായിരുന്നു. ആ ഭാര്യ ഉപേക്ഷിക്കുന്നുണ്ട്. നിരത രാജാവിൻ്റെ മകളാണ്, നല്ല രാജ്ഞിയായിരുന്നു. ആ രാജ്ഞിയെ ഉപേക്ഷിക്കേണ്ടി വന്നു. അതായത് ഹെരോദിയുടെ ഒരു വ്യവസ്ഥയും അതായിരുന്നു, അവളെ ഉപേക്ഷിക്കണമെന്ന്. ഈ കർമ്മം കാരണം അത് ഉപേക്ഷിക്കേണ്ടി വരികയും ചെയ്തു, ജീവിതം മുഴുവൻ നശിക്കുകയും ചെയ്തു. അങ്ങനെ നാശത്തിൻ്റെ വക്കിൽ നിൽക്കുന്ന ഹെരോദാവിനെ കുറിച്ചാണ്, അന്തിപ്പാസിനെ കുറിച്ചാണ് കർത്താവ് അത്രയും പറഞ്ഞത്. തൻ്റെ മുന്നോടിയായ യോഹന്നാനെ പീഡിപ്പിച്ച് കൊന്നവനാണ്. അതിൻ്റെ എല്ലാം ആ വാക്കിൽ ഉറപ്പായിട്ടുമുണ്ട് എന്നുള്ളത് നമ്മൾ ഈ കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കർത്താവ് അവിടെ 2 ദിവസമുണ്ട്, എൻ്റെ സമയമായിട്ടില്ല. അതും വേറെയാണ്. പിതാവിൻ്റെ മുമ്പ് പറഞ്ഞത് പിതാവിൻ്റെ സമയം, എൻ്റെ സമയം ഇതുവരെ ആയിട്ടില്ല എന്ന് പറഞ്ഞതായി കർത്താവ് ഇവിടെ പറയുന്നു. നമുക്ക് യെരൂശലേമിലേക്ക് പോകാം.
കർത്താവ് തയ്യാറെടുത്താണ്. തൻ്റെ അന്ത്യം താൻ കുരിശുമരണത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് പോവുകയാണ് എന്നുള്ളൊരു ബോധ്യത്തോടു കൂടെയാണ് പോകുന്നത്. നമ്മുടെ തോമാസ് ലീഹ പറഞ്ഞു അവനോടുകൂടെ മരിപ്പാനായിട്ട് നമുക്കും പോകാം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് മരിക്കാൻ പിടിച്ചപ്പം ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നു? എല്ലാവരും ചിതറിപ്പോയി. യോഹന്നാനും ചിതറിപ്പോയി എന്നാണ് പറയുന്നത്. യോഹന്നാൻ പിന്നെ മനസ്താപപ്പെട്ടു എന്നാണ് പിതാക്കന്മാർ. യോഹന്നാൻ സ്ലീഹ പിന്നെ മനസ്താപപ്പെട്ടു. ഒത്തിരി പ്രിയവും സ്നേഹവും വെച്ചുകൊണ്ടിരുന്നതാണ്, മാറോട് ചാരി ഇരുന്നതാണ്. ഞാനിങ്ങനെ ചെയ്ത് അന്യായമായല്ലോ എന്ന് കരുതി പിന്നെ യോഹന്നാനും ചെന്നു കൂടെയെന്ന്. പിന്നെ അത് നിഴൽ പോലെ കുരിശിൻ്റെ ചുവട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ തോമാസ് ലീഹ അടക്കം എല്ലാവരും ചിതറിപ്പോയി, യോഹന്നാൻ ഒഴിച്ച്. പിന്നെ 3-4 സ്ത്രീകളും മാത്രമേ ആ കുരിശിൻ്റെ ചുവട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള കാര്യം നാം ഓർക്കേണ്ടതുണ്ട്. അപ്പം കഷ്ടാനുഭവത്തിന് പോകാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. കഷ്ടാനുഭവം ഉണ്ടാകും. തൻ്റെ ജോലി തയ്ക്കാറായിരിക്കുന്നു. തൻ്റെ പ്രവർത്തനത്തിൻ്റെ അവസാനമായിരിക്കുന്നുള്ള ബോധ്യത്തോടെയാണ് കർത്താവ് അങ്ങോട്ട് പോകുന്നത്. ഇവിടെയും നാം കർത്താവിൻ്റെ പിതാവാം ദൈവത്തിൻ്റെ സമയവും നമ്മുടെ സമയവും കാണണം. ഹെരോദാവിനോട് അവൻ്റെ മതപണ്ഡിതന്മാരും അതുപോലെ പരീക്ഷന്മാരും പറയുമ്പോൾ പറയുന്നത് എൻ്റെ സമയം ഇതുവരെ ആയിട്ടില്ല എന്ന് പറഞ്ഞ കർത്താവാണ് ഇപ്പോൾ പോകാമെന്ന് പറയുന്നത്. അപ്പം ദൈവത്തിൻ്റെ സമയവും നമ്മുടെ സമയവും രണ്ടാണ്, ഒന്നല്ല. നമ്മൾ വിചാരിക്കുന്ന സമയത്ത് കാര്യങ്ങൾ സാധിക്കണമെന്ന് പിടിവാശി എടുക്കരുത്. അങ്ങനെ പിടിവാശി എടുക്കുമ്പോഴാണ് നമുക്ക് പലതും പറ്റുന്നത്. തന്നെ കുഴപ്പമെന്ന് അറിയാമോ? നമ്മൾ പലയിടത്തും നേർച്ച കൂടുതലായിട്ട് നേരും. അത് ഈ പള്ളി വന്നാൽ മതിയോ? ആ പള്ളി പോയിരുന്നെങ്കിൽ ഇത്രയും കൂടെ നന്നായിരുന്നേന്. അല്ലെങ്കിൽ ആ അച്ഛൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിരുന്നേന്. അച്ഛന്മാരുടെ കാര്യത്തിൽ അത്രയില്ല. വേറെ ചില കാര്യത്തിൽ ഞാൻ ആരും കുറ്റപ്പെടുത്തണ്ടെന്ന് പറഞ്ഞു അങ്ങനെ വിചാരണ കേട്ടോ. നമ്മുടെ അച്ഛന്മാരെക്കുറിച്ച് ആ അച്ഛൻ്റെ അടുത്ത് ഈ അച്ഛൻ വേണ്ടി അധികം ആരും പറയാറില്ലെങ്കിലും ചില പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ പോകുമ്പോൾ നന്നായിരുന്നേനെന്ന് പറയുന്ന ഒരു പ്രവണത നമുക്കുണ്ട്. ഇത് നോക്കി, നമ്മളിത് ഓടി നടക്കാനുള്ളതല്ല ആത്മീയ ജീവിതം. ഹിന്ദിയിലെ കബീർദാസിൻ്റെ തൻ്റെ സ്വന്തം ശരീരത്തിലുള്ള കസ്തൂരിയുടെ മണം പിടിച്ചോടുന്ന മാനിനെ കുറിച്ച് അവിടെ അദ്ദേഹം പാടുന്നുണ്ട്. കസ്തൂരി തൻ്റെ കയ്യിൽ തന്നെയുണ്ട്. ആ കസ്തൂരിയുടെ മണം പിടിച്ചോടുന്ന മാനിനെക്കുറിച്ച് കബീർദാസ് പാടുന്നുണ്ട്. അപ്പം എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ അവൻ വസിക്കുന്നു എന്ന് ബോധ്യമുണ്ടെങ്കിൽ അവൻ നമ്മുടെ നിലവിളി കേൾക്കുന്നു. വിശുദ്ധ മത്തായി 18 പറയുന്നില്ലേ, ഈ ചെറിയവരുടെ മാലാഹ പിതാവാം ദൈവത്തിൻ്റെ മുഖം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നെയും നിങ്ങളെയും ആരെങ്കിലുമൊക്കെ അമിതമായി വേദനിപ്പിക്കുന്നു എങ്കിൽ ആ കാഴ്ച ദൈവം തമ്പുരാൻ കണ്ടുകൊണ്ടായിരിക്കുന്നു. കാരണം മാലാഹ, അപ്പോൾ അതിനകത്ത് ഒരു കാര്യം കൂടി നിങ്ങൾ ഓർക്കണം. നമുക്ക് എല്ലാവർക്കും മാലാഹ ഉണ്ടാവില്ലേ? ഇന്ന് ഞാനൊരു ഹോംവർക്ക് തരാം. ഇന്ന് വൈകിട്ട് കിടക്കുന്നതിന് നാളെ ഓശാനയാണ്. ഓശാനയ്ക്ക് മുമ്പ് നോക്കണം. വീട്ടിൽ ഭാര്യയാണെങ്കിൽ, സ്ത്രീകളാണെങ്കിൽ ഭർത്താവ്, കൊച്ചുങ്ങളാണെങ്കിൽ അപ്പനും അമ്മയോട്, അല്ലെങ്കിൽ ഭർത്താക്കന്മാരാണെങ്കിൽ ഭാര്യയോട്, അല്ലെങ്കിൽ മറ്റുള്ളവരോടൊക്കെ പ്രവൃത്തിയിൽ വന്ന വീഴ്ചകളുണ്ടല്ലോ, ഇതെല്ലാം അവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു മാലാഹ. നമ്മൾ ക്രൂരമായി പീഡിപ്പിച്ചെങ്കിൽ മാലാഹ എന്തുമായിരിക്കും അവിടെ ചെയ്യുന്നത്? ഞാൻ മറ്റുള്ളവരെ പീഡിപ്പിക്കുമെങ്കിൽ എൻ്റെ മാലാഹയുടെ അവിടുത്തെ അവസ്ഥ എന്താ? ഞാൻ പീഡ അനുഭവിക്കുകയാണെങ്കിൽ, ഞാൻ കഷ്ടപ്പെടുകയാണെങ്കിൽ, പലരും നിമിത്തം ഞാൻ വേദന അനുഭവിക്കുകയാണെങ്കിൽ എൻ്റെ മാലാഹ സങ്കടത്തോടെ അവിടെ കർത്താവിനോട് പറയുന്നില്ലേ? ഇത് ഞാൻ നിങ്ങളും പറയുന്നില്ല, കർത്താവ് തന്നെ പറഞ്ഞതാണ്. ഈ ചെറിയവരുടെ മാലാഹ എപ്പോഴും പിതാവാം ദൈവത്തിൻ്റെ മുഖം കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുകയും പീഡിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ഇത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവേണ്ടതാണ്. ഞാൻ നിമിത്തം ആരെയും കഷ്ടപ്പെടുത്തരുത്, പീഡിപ്പിക്കരുത്. അറിഞ്ഞുമറിയാതെ സംഭവിക്കാം. ആ സംഭവിക്കുന്നതിന് പ്രായശ്ചിത്തം ചെയ്യണം. അതിനെക്കുറിച്ച് സിനായ് മലയിൽ വെച്ച് പിതാവാം ദൈവം കൽപ്പിക്കുന്ന ഒരു കാര്യമില്ലേ? ഈ അടുത്തിടെ നമ്മുടെ ഈ അമേരിക്കയിൽ നിന്നുള്ള ഒരു പാസ്റ്ററായിട്ടോ പറയുന്ന പിതാവാം ദൈവം ക്രൂരനായിരുന്നു എന്നൊക്കെ പറയും. അത് നമ്മളായിട്ട് ക്രൂരന്മാരാക്കിയ മനുഷ്യനുണ്ടാക്കിയതാണ്. പിതാവാം ദൈവം പറയുന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ പറയുന്നത് എന്തറിയാമോ? നിങ്ങളിൽ ഒരുവൻ നിങ്ങളുടെ സഹോദരനോട് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ, കർത്താവ് പറയുന്നു, അത് എന്നോടാവും. നീ അവനോട് നിരന്ന്
ഹൃദയം താഴ്ത്തി ഹൃദയത്തിൻ്റെ പരിശോധന ചെയ്ത് അവനുമായി നിർത്തി എൻ്റെ അടുക്കൽ വന്നാൽ ഞാൻ നിന്നോട് പൊറുക്കും. ഇതിൽ കഴിഞ്ഞ് എന്താ വേണ്ടിയ പിതാവാം ദൈവം? അത് നമ്മളൊക്കെ കൂടി മനുഷ്യൻ്റെ രീതി കുറച്ചൊക്കെ എഴുതി വെച്ചപ്പം അത് ഇതൊക്കെ വന്നതല്ലാതെ പിതാവാം ദൈവത്തിനും ഇപ്പോഴത്തെ പുത്രൻ തമ്പുരാനും തമ്മിൽ വലിയല്ല ഒരു വ്യത്യാസമില്ല, എല്ലാം ഒന്ന് തന്നെ. നമ്മൾ ഓർക്കേണ്ടത് അത് കർത്താവ് പറയുന്ന സംഗതി ഇതാണ്: നമ്മൾ ആരോടെങ്കിലും തെറ്റ് ചെയ്താൽ അത് എന്നോടാവുന്നു എന്ന് ദൈവം പറയുന്നു. ആ തെറ്റ് ആ ചെയ്തവനോട് നിരന്നിട്ട് എൻ്റെ അടുത്ത് വന്നു. ചുമ്മാ അത് കുമ്പസാരിച്ചാൽ പോരാ, കുമ്പസാരിക്കും ഓർത്തോണം കേട്ടോ എല്ലാവരും. കുമ്പസാരിക്കും വെറുതെ കുമ്പസാരിച്ചാൽ പോരാ, ആരോടേലും നിരപ്പാകേണ്ട, ക്ഷമിക്കേണ്ട, അവരോട് ക്ഷമിക്കണമെന്ന് ആവശ്യപ്പെട്ട് അവരോട് ക്ഷമ വാങ്ങിച്ച് വരാതെ ക്ഷമിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇത് നമ്മൾ ഓർക്കേണ്ടത് അത്യാവശ്യം. അതുകൊണ്ട് ദൈവത്തോടെ നിരക്കണമെങ്കിൽ സഹോദരനോട് നിരക്കുവാനായിട്ട് നാം പ്രത്യേകിച്ച് ഓർക്കുക. കർത്താവ് ക്രൂശാരോഹണത്തിൽ പോയ നാലാമത്തെ വിഷയം, അവൻ കല്ലറയ്ക്കൽ ചെന്ന് കണ്ണീർ വാർത്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി നാലാമത്തെ സംഭവം അവിടെ കാണുന്നതാണ്. അവൻ കണ്ണീർ വാർത്തു. കർത്താവ് മനുഷ്യൻ്റെ അവർ സങ്കടപ്പെടുന്ന കണ്ടിട്ടാണ് കണ്ണീർ വാർത്തത്. കർത്താവ് സങ്കടപ്പെടുന്നവരാണ്, സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കുന്നവനാണ്, ദുഃഖിക്കുന്നവരോട് ദുഃഖിക്കുന്നവനാണ്. കാനായിലെ കല്യാണം നമ്മുടെ യഥാർത്ഥ സമൂഹത്തിനും അതുപോലെ കൂട്ടത്തിനും നിരക്കുന്ന വിധത്തിലുള്ള സന്തോഷങ്ങൾ അംഗീകരിക്കുന്നവന്, അല്ലാത്തതല്ല കേട്ടോ. ദൈവത്തിന് നിരക്കാത്തത് ചെയ്തേച്ച് ഇന്ന് പോളിക്കാർപ്പോസ് പറഞ്ഞായിരുന്നു, ദൈവത്തിന് ഇതൊക്കെ ഇഷ്ടമാണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. ഞാൻ അകപ്പെടും ഒരിടത്ത് ഈ അച്ഛനായിരുന്ന കാലത്ത് ഒരു കാഴ്ച ഉണ്ടല്ലോ. ചേട്ടത്തി അനിയടുത്തിയുടെയും വീടുദേശ എറണാകുളം പള്ളിയിൽ വെച്ച, അത് വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പം ഞാൻ എവങ്കേലിയം വായിച്ചു കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞ് പ്രസംഗം പറഞ്ഞു. ഈ വീടിൻ്റെ ഉടമസ്ഥൻ കർത്താവാണ്, കർത്താവ് നിരക്കാത്തൊന്നും ഇവിടെ നടക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചെറുതായിട്ട് ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു. പേര് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ആരെങ്കിലും ബന്ധുക്കളുണ്ടെങ്കിൽ അത് അറിയുമല്ലോ, അതുകൊണ്ട് പറയുന്നില്ല. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇത് കഴിഞ്ഞിട്ടുള്ള ആർഭാടമൊക്കെ ഉണ്ടല്ലോ സൂക്ഷിച്ചേ ആകാവൂ എന്ന് പറഞ്ഞു. ഇത്രേ പറഞ്ഞുള്ളൂ. പക്ഷേ ഞാൻ കൈമുത്തിക്കുന്ന സമയത്ത് ഞാനൊരു കാഴ്ച കണ്ടു. അപ്പം തൊട്ടടുത്ത അനിയത്തിയുടെ വീട്, അവർ മർദ്ദനക്കാരാണ്. ഇവിടുന്ന് കുറേ പൊതികൾ ഇങ്ങനെ മതിൽ വഴി അങ്ങോട്ട് പോകും. അപ്പം ഞാൻ തമാശനെ ചോദിച്ചു, ഇതിന് ഈ പുതിയൊക്കെ അങ്ങോട്ട് കൊടുത്തതെന്ന് ചോദിച്ചു. കൂതാശ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛൻ പറഞ്ഞില്ലേ ഒരു സാധനം അതിവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അത് അപ്പുറത്തോട്ട് കൊടുത്തതാണ്. അവിടുത്തെ അച്ഛൻ പിറ്റേ ദിവസം പറഞ്ഞില്ല, അന്ന് മർത്തമാലെ അച്ഛൻ പറഞ്ഞില്ല, അതുകൊണ്ട് അവിടെ ആഘോഷിച്ചു. ആസൂത്രപ്പണി പോരാ, അതുകൊണ്ട് അതും നമ്മൾ ഓർത്തിരിക്കേണ്ടത് അത്യാവശ്യം. ദൈവത്തിന് നിരക്കാത്തത് ഒന്നും നാം ചെയ്യുകയില്ല എന്നും നമുക്കൊരു ബോധ്യം നമ്മുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് കർത്താവ് കണ്ണുനീർ വാർക്കുമ്പോൾ അവരുടെ സങ്കടം കണ്ടിട്ടാണ് കർത്താവ് കണ്ണുനീർ വാർത്തത്. എൻ്റെ സങ്കടം കാണുമ്പോൾ കണ്ണുനീർ വാർക്കും. ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? ശൗലിനെ കർത്താവിനെ ഉപദ്രവിച്ചില്ലല്ലോ. പക്ഷേ തൻ്റെ പ്രിയ മക്കളെ, പ്രിയദാസരെ ഉപദ്രവിച്ചു. അപ്പോഴാണ് കർത്താവ് കയറി പിടിക്കുന്നത്. ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? ആ ചോദ്യം എന്നോട് നിങ്ങളോടും വരും, നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നെങ്കിൽ. അവർ സങ്കടപ്പെടുന്നവരോടുകൂടെ സങ്കടപ്പെടാനും ദുഃഖിക്കുന്നവരോട് ദുഃഖിക്കാനും നമുക്ക് കഴിയുക. അതാണ് ഏറ്റവും വലിയ സംഗതി. സങ്കടപ്പെടുന്നവരോട് ചിരിക്കാതെ, സന്തോഷിക്കുന്നവരോട് കരയാതെ, ആർക്കും സന്തോഷം വരും കരയാതെ ഇരിക്കുന്ന മനസ്സുണ്ടായിരിക്കണം. നിങ്ങളുടെ അച്ഛനെക്കുറിച്ച് ഞാൻ വരുന്ന കാലം തൊട്ട് കേട്ടിട്ടുള്ളത്, അച്ഛൻ എല്ലാവരോടെയും അവരുടെ സങ്കടവും അവർ സന്തോഷവും ഒക്കെ കൂട്ടത്തിലുണ്ടെന്നാണ് പറയുന്നത്. അതായാലും അത് നല്ല കാര്യം. അതുപോലെ നമ്മുടെ ജീവിതത്തിലും സന്തോഷത്തിലും സന്താപങ്ങളിലും നമുക്കെല്ലാവരോടെയും പെരുമാറാൻ കഴിയുക എന്നത് വലിയ കാര്യമാണ്. കർത്താവ് കണ്ണുനീർ വാർത്തതിനെക്കുറിച്ചുള്ള ഒന്നാമത്തെ ചിന്ത അതാണ്. പിന്നെ അതിൻ്റെ പുറകിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ടായിരിക്കും കർത്താവ് കരഞ്ഞതെന്ന് ചോദിച്ചാൽ, തൻ്റെ കൈകൊണ്ട് മെനഞ്ഞുണ്ടാക്കിയ ശരീരമാണ് അസ്ഥിബന്ധങ്ങളെല്ലാം, സന്ധിബന്ധങ്ങളെല്ലാം വിട്ട് നശിച്ചു പോയിരിക്കുന്നത്. മാമോദീസയിലൊരു പാട്ടുണ്ട് കേട്ടോ, ഞാൻ ചിലപ്പോഴൊക്കെ പറയുന്നത്, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ അർത്ഥം വല്ലതും മാമോദീസായ്ക്കാരും അത്ര ശ്രദ്ധിക്കാറില്ല. ഇപ്പം പണ്ടൊക്കെ ശ്രദ്ധിക്കുമായിരുന്നു, ഇപ്പം അതൊരു മാമോദീസ കല്യാണം.
കല്യാണത്തിന് ബഹളമാണ്, അതിലെ മാമോദിസായ്ക്കും ബഹളമാണ്. മുന്നം ജർജരനായോനെ നൂതനാക്കി. പറയാമോ? അങ്ങനെ ഒരു പാട്ട് കേട്ടിട്ടുണ്ടോ? മുന്നം ജർജരനായോനെ നൂതനാക്കി. ഇല്ല, എൻ്റെ ഇതിന് അർത്ഥം സംസ്കൃത പദം. ഇതിന് കാരണമുണ്ട്. പല പാട്ടുകളും സുറിയാനിൽ നിന്ന് പരുമൽ തിരുമേനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞ് അത് പാട്ടാക്കിയത് ആർക്കെന്നറിയാമോ? ഇപ്പം എനിക്ക് തോന്നുന്നു 175 വർഷം അങ്ങോട്ട് മരിച്ച് ഇത് കഴിഞ്ഞ് 100 അങ്ങോട്ട് വർഷം ഇതുള്ള കൊട്ടാരത്തിൽ ശങ്കുണ്ണി എന്ന് പറഞ്ഞ ഒരു വലിയ എഴുത്തുകാരുണ്ട്, സാഹിത്യകാരൻ. അദ്ദേഹമായിരുന്നു പാട്ടാക്കാൻ തിരുമേനിയുള്ളത്. അപ്പം തിരുമേനിയുടെ റേഞ്ച് നിങ്ങൾ ആലോചിക്കണം കേട്ടോ. കൊട്ടാരത്തിൽ ശങ്കുണ്ണി, വള്ളത്തോള്, പിന്നെ കണ്ടത്തിൽ വർഗീസ് മാപ്പിള, തിരുമേനിയാണ് ലീഡ് ചെയ്തത്. അപ്പോൾ ഇവർ രണ്ടുപേരും സംസ്കൃത വിദ്വാൻമാർ. അതുകൊണ്ടാണ് ഈ പട്ടാങ്ങപ്പെട്ട ദീനമ്പുരാൻ വന്നത്. പട്ടാങ്ങപ്പെട്ട ദീനമ്പുരാനും സംസ്കൃതമാണ്. ഋജുമതികൾക്കിരുളിൽ ദിതിയുളവായി, അതും സംസ്കൃതമാണ്. അപ്പം മുന്നം ജർജരനായോനെ നൂതനാക്കിയെന്ന് പറഞ്ഞാൽ ജീർണിച്ചു പോയ മനുഷ്യനെ പുതുതാക്കി എന്നർത്ഥം. മാമോദിസായ്ക്ക് എഴുന്നള്ളുന്ന കർത്താവിനെയാണ് അവർ ചിത്രീകരിച്ചിരിക്കുന്നത്. മാമോദിസായി കർത്താവ് എഴുന്നള്ളിയപ്പോൾ മനുഷ്യത്തെ തോളിൽ വഹിച്ച് യോർധാനിൽ മാമോദിസ മുങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ പുതുതാക്കി എന്നാണ് അവിടുത്തെ സാരം. മുന്നം ജർജരനായവനെ നൂതനാക്കാൻ വന്നതാണ്. അതിവിടെ അക്ഷരാർത്ഥത്തിലും ആത്മീയാർത്ഥത്തിലും നടക്കുകയാണ് ലാസറിൻ്റെ സംഭവത്തിൽ. അവിടെ കണ്ണീർ വാർക്കുന്നത് ഈ നശിച്ചു പോയ, ദ്രവിച്ചു പോയ മനുഷ്യത്വത്തെ പുനരായി സൃഷ്ടിക്കുവാനുള്ള ദൈവത്തിൻ്റെ പ്രവർത്തനമാണ്. അത് തകർന്നു പോയതിനെക്കുറിച്ചുള്ള ദുഃഖമാണ് പുത്രൻ തമ്പുരാന് ഉള്ളത്. അതായത് ദൈവത്തിൻ്റെ സ്വന്തം സ്വരൂപം നശിച്ചു പോയതിനെ പുതുതാക്കുവാനായിട്ടുള്ളതായ നടപടിയാണ് നാം ഇവിടെ കാണുന്നത്. 4 ദിവസം കഴിയാൻ കാത്തിരുന്നത്. ഇതിനകത്ത് ഇടയ്ക്ക് വായിക്കുമ്പോൾ അത് മുഴുവൻ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. അവിടെ പറഞ്ഞു, നിങ്ങൾ നിമിത്തം ഞാൻ സന്തോഷിക്കുന്നു. പോകാതിരുന്നതിനെക്കുറിച്ച് പറയുന്ന ശിഷ്യന്മാരോട് പറയുന്നതാണ്, നിങ്ങൾ നിമിത്തം ഞാൻ സന്തോഷിക്കുന്നു എന്ന് എടുത്തു പറയുന്നുണ്ട്. അവർക്കെല്ലാം ബോധ്യം വരത്തക്കവണ്ണം സന്ധിബന്ധങ്ങളെല്ലാം വിട്ട് 4-ാമത്തെ ദിവസമാകുമ്പോൾ ഈ നമ്മുടെ അസ്ഥിയും മാംസവും നരമ്പുകളും എല്ലാം കംപ്ലീറ്റ് പോകും, വീർത്ത് വല്ലാതെയാകും, പിന്നെ ഒരു ബന്ധവും ഉണ്ടാവില്ല. അതിൽ നിന്നാണ് ഒരു പുതിയ സൃഷ്ടിയായിട്ട് ലാസറിനെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നത്. അതിനാണ് പുത്രൻ തമ്പുരാൻ ഈ ലോകത്തിലേക്ക് എഴുന്നള്ളി വന്നതും. ആ എഴുന്നള്ളി വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. പാവം ദൈവത്തിൻ്റെ ഒരു പ്രവചനമുണ്ട്. ഇന്ന് കാലത്തെ രാത്രി പറഞ്ഞ പോലെ 3:15 ഉൽപ്പത്തി. അവിടെ പറയുന്നു, നീ നിമിത്തം സൃഷ്ടി മുഴുവനും ശപിക്കപ്പെട്ടു പോയിരിക്കുന്നു. എന്നിട്ട് ആദാമിനോട് പറയുന്നു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും, സർപ്പത്തിൻ്റെ സന്തതി സ്ത്രീയുടെ സന്തതിയുടെ കുതികാലം തകർക്കും. ഇതിൽ രണ്ടും ഏത് വേണം എന്നുള്ളത് ഞാനും നിങ്ങൾക്ക് ഇപ്പം തീരുമാനിക്കാം. പുതുതാക്കാനുള്ളതെല്ലാം ചെയ്തു. നീ എന്താ വേണ്ടതെന്ന്, കുതികാൽ തകർക്കപ്പെട്ട് ജീവിക്കണോ ചോദിച്ചു, സ്വാതന്ത്ര്യമുണ്ട്. അതല്ല, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർത്തതിനോട് ചേർന്ന് നിൽക്കണമെങ്കിൽ അതിനൊരു അവസരമുണ്ട്. കാരണം സ്വാതന്ത്ര്യം സൃഷ്ടിക്കപ്പെട്ടപ്പോൾ തന്നെ മനുഷ്യന് നൽകിയതാണ്. ഇത് നാം ഓർക്കുക. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ പലപ്പോഴും പള്ളിയിലേക്ക് വരികയും ആരാധനയ്ക്ക് വരികയും അതുപോലെ ആത്മീയ കാര്യങ്ങൾ പങ്കെടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ പല പ്രതീക്ഷകളും വെച്ചുകൊണ്ടാണ്. പ്രത്യേകിച്ച് ഈ കാലത്ത് അതിത്തിരി അധികപ്പറ്റായിരിക്കും. ആ പ്രതീക്ഷകൾ നമ്മെ എവിടെ കൊണ്ടെത്തിക്കും എന്ന് നാം ഓർക്കുക. കർത്താവ് സങ്കടത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ, കരയുമ്പോൾ 2 കാര്യങ്ങൾ. ഒന്ന്, അവരുടെ ദുഃഖത്തോടു കൂടി പങ്കാളികളാവുകയും, രണ്ടാമത് തകർന്നു പോയ, ജീർണിച്ചു പോയതായ മനുഷ്യത്തിൻ്റെ സ്വരൂപത്തെ പുതുതാക്കുകയും ചെയ്യുന്ന വിഷയത്തിലേക്ക് അതിൻ്റെ നാശാവസ്ഥ ഓർത്തുള്ള സങ്കടം ആണ് അവിടെ കാണുന്നതെന്നാണ് പിതാക്കന്മാർ അതിനെക്കുറിച്ച് പറയുന്നത്. 5ാമതായിട്ട് അവസാനമായിട്ടുള്ള വിഷയമാണ് കേട്ടോ. ഈ 4 ദിവസമായി ജീർണിച്ചു പോയ മനുഷ്യൻ്റെ ശരീരത്തെ പുനരായി സൃഷ്ടിക്കപ്പെട്ട് വിളിച്ചെഴുന്നേൽപ്പിച്ച് ലാസറേ പുറത്തു വരിക.
അതിനെക്കുറിച്ച് ഇന്നലത്തെ പ്രമേയനകത്തുണ്ടായിരുന്നു കേട്ടോ. ലാസറെ പുറത്തു വരിക എന്നുള്ളതിനെക്കുറിച്ചിട്ടണോ എന്താണെന്നറിയാമോ? ആരെങ്കിലും കേട്ടോ? ആദമേ നീ എവിടെയാവുന്നു എന്ന ചോദ്യത്തിന് മറുചോദ്യമാണിത് എന്ന് പറഞ്ഞ് ആ പ്രമേയം സ്വതയ്ക്കകത്തുണ്ട്. അവിടെ പറഞ്ഞു ഒത്തിരി കാര്യങ്ങൾ അതിനകത്തുണ്ടായിരുന്നു ഇന്നലത്തെ വായനയിൽ. ഇത്രയും മനോഹരമായിട്ട് അതിനകത്ത് രേഖപ്പെടുത്തി. അവിടെ കാണുന്നത് ലാസറേ ലാസറേ പുറത്തു വരിക എന്ന് പറയുമ്പോൾ ആദാമിനോട് ചോദ്യം, നീ എവിടെയാവുന്നു ആദമേ എന്ന ചോദ്യത്തിന് മറുചോദ്യമായിട്ട് ലാസറോട് പറയുന്നു, നീ പുറത്തു വരിക. അതുകൊണ്ടാണല്ലോ ആദാം നഷ്ടപ്പെടുത്തിയതിൽ നിന്ന് പുറത്തേക്ക് വരിക, ധൈര്യമായിട്ട് പോരുക എന്ന മറുചോദ്യം ആ പുത്രൻ തമ്പുരാൻ്റെ വായിൽ നിന്ന് ഉച്ചരിക്കപ്പെടുകയാണ് അവിടെ ഉണ്ടായത്. ഇത് നമുക്ക് അങ്ങനെ പുറത്തു വരാൻ പറഞ്ഞ ലാസർ പുറത്തു വന്നു. പുറത്തു വന്നു കഴിഞ്ഞിട്ട് പിന്നെ എന്നൊക്കെ ചെയ്തു? കർത്താവിന് ഇത്രയും ഈ സന്ധിബന്ധങ്ങളെല്ലാം വിട്ട് മനുഷ്യൻ്റെ ആ ശരീരത്തിൽ കെട്ടുപൊട്ടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? കർത്താവിന് എന്തെങ്കിലും ബലഹീനതയുണ്ടോ? ഇല്ല. കർത്താവിന് അത് അഴിപ്പിക്കാം. ഇത് വേദപുസ്തകം ഉടനീളം വായിക്കുമ്പോൾ ഇതുപോലെ സംഭവങ്ങൾ കാണാം. ഹെസക്കിയേൽ 37 ഒന്ന് സംശയമുണ്ടെന്ന് നോക്കി. അവിടെ ഈ അസ്ഥികളെ പുനർജീവിപ്പിക്കുന്നു. 37 അവിടെ പറയുന്നില്ലേ, പ്രവാചകനോട് പറഞ്ഞു, ഈ ഒരു വലിയ കൂന അസ്ഥികളെ കാണിച്ചിട്ട് പ്രവാചകനോട് പറയുന്നത് എന്താ, ഇതിനെന്ത് സംഭവിക്കും, നമുക്ക് കർത്താവ് നീ അറിയുന്നു എന്ന് പ്രവാചകൻ പറഞ്ഞു ഇവ ജീവിച്ചെഴുന്നേൽക്കും എന്ന് പറയുമ്പോൾ അവിടെ സംഭവിക്കുന്ന സംഭവങ്ങൾ ചിലത് പ്രവാചകനാണ് പറയുന്നത്, ചിലത് കാറ്റിനോട് പറയാനാണ് പറയുന്നത്. എല്ലാ സഹകരണവും അവിടെ കർത്താവ് പ്രതീക്ഷിക്കുന്നു, ഒരാളുടെ അല്ല. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അത് വേണം. എല്ലാവരുമായിട്ട് സഹകരിച്ച് ആത്മീയമായ ജീവിതം നയിക്കാവും. ആ സഹകരണം എന്ന് പറയുന്നത് തെറ്റിൽ മുമ്പ് ഞാൻ അനന്യാസിൻ്റെ സഫീറയുടെയും കാര്യം പറഞ്ഞത് തെറ്റിലേക്ക് പോകാനല്ല കേട്ടോ, നല്ലതിലേക്ക് വരുവാൻ തക്കവണ്ണം നമ്മൾ സഹകരണം പ്രതീക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അവിടെ ചിലപ്പോൾ ഇത്തിരി മുറുക്കിപ്പിടുത്തമൊക്കെ വേണ്ടി വരും. ചില സമയത്ത് അതല്ല, പറ്റില്ല, ഇതേ ആകൂ എന്ന് ചിലപ്പം പറയേണ്ടി വരും. പക്ഷേ ആ മുറുക്കിപ്പിടുത്തം നമുക്കെപ്പോഴും നല്ലതാണ്. ചില തെറ്റുകളിലേക്ക് പോകാതിരിക്കാൻ അത് നല്ലത്. ഇവിടെ പറയുന്നു അവൻ്റെ കെട്ടുകൾ അഴിപ്പീൻ എന്ന് പറയുന്നു. അതിനെക്കുറിച്ച് ഇന്നലത്തെ പ്രമേയനകത്തുണ്ടായിരുന്നു. ഇന്നലത്തെ പ്രമേയനായിട്ട് പറയുന്നുണ്ട്, തെറ്റിൽ നിന്ന് തിരിച്ചു വരുവാൻ മനുഷ്യാദിയെ വിളിക്കുന്നു. കർത്താവ് വരുമ്പോൾ പറഞ്ഞു, മുടിയനായ പുത്രനെ കർത്താവ് അവനെ വിളിച്ചുകൊണ്ടിരുന്നു. പിതാവിൻ്റെ ശബ്ദം എപ്പോഴും ഉണ്ടായിരുന്നു എന്നുള്ള വാസ്തവമാണ്. പക്ഷേ മുടിയനായ പുത്രനെ കർത്താവ് എപ്പോഴാണ് സ്വീകരിക്കുന്നത്? അവനിരുന്ന് ചിന്തിച്ചു, എൻ്റെ അപ്പൻ്റെ വീട്ടിൽ എന്തോരം കാര്യങ്ങളുണ്ട്, എന്തോരം സാധനങ്ങൾ നഷ്ടപ്പെടുത്തി കളയുന്നു, ഞാനിവിടെ എന്തുകൊണ്ട് കഷ്ടപ്പെടുന്നു, ഞാൻ എഴുന്നേറ്റ് എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് പോകും എന്നും പറഞ്ഞ് യൂട്ടേൺ എടുത്തു കഴിഞ്ഞപ്പോഴാണ് അവിടെ ദൈവത്തിൻ്റെ കരുതൽ വരുന്നത്. യൂട്ടേൺ എടുത്ത് അവൻ അടുത്തേക്ക് വരികയാണ്. ആ വരവ് അത്യാവശ്യം. ദൈവം തമ്പുരാൻ നോക്കിക്കോളും. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതായിട്ട് കാര്യമില്ല. എൻ്റെയും നിങ്ങളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ട കാര്യം കൂടെ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അതുണ്ടായാലേ പറ്റുള്ളൂ. കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം ആലുവയിൽ ഒരച്ഛൻ സുവിശേഷ പ്രസംഗത്തിന് വന്നു. അച്ഛൻ പ്രസംഗത്തിൻ്റെ മധ്യേ പറഞ്ഞു, എന്നോട് ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ആ പുള്ളി എന്നോട് ഇത്ര ഫ്രീ ഉള്ള ആളാണ്. അദ്ദേഹം എന്നോട് ചോദിച്ചു, തിരുമേനി ഈ അടുത്തിടയിൽ ഒരച്ഛൻ വന്ന് ഒരു കൊച്ചൻ എൻ്റെ അടുത്ത് കുമ്പസാരിക്കാൻ വന്നു. അപ്പം എന്നോട് ചോദിക്കുക, നമ്മുടെ കർത്താവ് എത്ര പാപമല്ല പാവമാണ്. അപ്പോൾ അച്ഛൻ ചോദിച്ചു, അപ്പോൾ എന്നോട് ചോദിച്ചു, അച്ഛൻ ഇത് കേട്ടിട്ട് തിരുമേനിക്ക് എന്ത് തോന്നുന്നു ചോദിച്ചു. ഞാൻ മിണ്ടിയില്ല. അപ്പോൾ ഈ കൊച്ചനോട് അച്ഛൻ ചോദിച്ചു, അതെന്താടാ അങ്ങനെ പറഞ്ഞ്? നോക്കി, ഈ വർഷം മുഴുവനും ഞാൻ ചെയ്ത പാവമെല്ലാം ഞാൻ അച്ഛനോട് പറഞ്ഞില്ലേ? ഈ പാവമെല്ലാം കർത്താവ് ക്ഷമിക്കും. ഇനി നാളെ കുർബാനയൊക്കെ അനുഭവിച്ച് കഴിഞ്ഞിട്ട് പോകുന്ന വഴിക്ക് ഇതുപോലൊക്കെ ഞാൻ ചെയ്യില്ലേ? അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത വർഷം എന്ന അച്ഛൻ്റെ അടുത്ത് ഇതൊക്കെ പറഞ്ഞാൽ അതും ക്ഷമിക്കും. പാവമായിട്ടല്ലേ? ചില അപ്പന്മാരെക്കുറിച്ചൊക്കെ ചില മക്കളെ കരുതലതാണ് പാവ. ചില അച്ഛന്മാരെ കുറിച്ചൊക്കെ ഉണ്ട്, സാധുവാ പോട്ടെ ക്ഷമിച്ചോളും. പക്ഷെ പറ്റില്ല കേട്ടോ. ഒന്നാമത്തെ വരവിൽ അവൻ ക്ഷമിച്ചു, രണ്ടാമത്തെ വരവിൽ ക്ഷമിക്കില്ല.
എന്താ കാരണം? ആ കല്യാണ സദ്യയുടെ കാര്യം പറയുമ്പോൾ എന്നാ പറയണേ? കല്യാണ സദ്യക്ക് വിളിച്ചവരാരും വന്നില്ല. അപ്പോൾ വേലക്കാരോട് പറഞ്ഞു, നിങ്ങൾ പോയി വേലിക്കരികിലും പെരുവഴിയിലുള്ളവരെല്ലാം കൂട്ടിക്കൊണ്ട് വന്നു പറഞ്ഞു. കൂട്ടിക്കൊണ്ട് വന്നിട്ട് അവരെ കല്യാണ സദ്യ നിറയ്ക്കാൻ പറഞ്ഞു. എന്നിട്ട് അവർ കല്യാണ വസ്ത്രവും കൊടുത്തു. മുടിയനായ പുത്രനെ കല്യാണ വസ്ത്രം കൊടുത്തത് ഈ കണ്ടറിനെ ആ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. ഉമ്മ കൊടുക്കുന്ന സമയത്ത് അവൻ വസ്ത്രം ധരിച്ച്, അച്ഛൻ ഈ മലയോര കർഷകനാണ്, ഞാനും മലയോര കർഷകനാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം, പൂട്ടിയേച്ച് വരുമ്പോൾ, കണ്ടത്തിൽ പൂട്ടിയേച്ച് വരും, തോർത്തുറിയാണ്ടൊക്കെ ഉടുത്തേച്ച് വരുമ്പോൾ നല്ല വേഷമായിരിക്കും. തോർത്തൊക്കെ നല്ല ചള്ളയൊക്കെ നിറഞ്ഞതായിരിക്കും, നല്ല വേർപ്പമായിരിക്കും, നല്ല മണവുമായിരിക്കും. ആ അവസ്ഥയിലാണ് ഇവൻ ഈ പന്നിയോടുകൂടെ കിടന്നേച്ച് വന്നത്. പക്ഷെ അപ്പൻ്റെ സ്നേഹം ആ മണത്തിന് വിരോധമില്ലാതെ കെട്ടിപ്പിടിച്ചു. പക്ഷേ മോടിയുള്ള വസ്ത്രം, മേൽത്തര വസ്ത്രം കൊടുക്കുന്നതിന് മുമ്പ് അവനെ കുളിപ്പിച്ചു വേണം. അതിൻ്റെ പുറത്ത് എല്ലാം ഇട്ട്, നമ്മുടെ നാട്ടുഭാഷയിൽ പറയും ചവിട്ടി കഴുകുകയാണ് വൃത്തിയായിട്ട്. ഒരു പാടത്തേക്ക് നിറയ്ക്കാനുള്ള വളം മുഴുവൻ അവൻ്റെ ദേഹത്ത് നിറയ്ക്കുകയാണ്. അങ്ങനെ കഴുകിയാണ് മേൽത്തര വസ്ത്രം കൊടുത്തത്. എന്നെയും നിങ്ങളെയും കർത്താവ് അങ്ങനെയാണ് ചെയ്യുന്നത്. മേൽത്തര വസ്ത്രം തരുന്ന മറ്റേ വഴിത്തലയ്ക്ക് വന്നവരെ എല്ലാവരെയും കൂടെ കുളിപ്പിച്ച് വെണ്മയാക്കി മേൽത്തര വസ്ത്രം കല്യാണ വസ്ത്രം ധരിപ്പിച്ചു. കല്യാണ പരിപാടി തുടങ്ങി. അവിടെ തന്നെ എന്തില്ലായിരുന്നു? കല്യാണ വസ്ത്രമില്ലായിരുന്നു. അവൻ നഷ്ടപ്പെടുത്തിയിരുന്നു. അവനോട് എന്നാ ചെയ്തേ? മനീക, നിനക്ക് വേറൊരു വസ്ത്രം തരാമെന്ന് പറഞ്ഞോ? ഇല്ല. അവനെ പുറത്ത് അന്ധകാരത്തിലേക്ക് എറിയുക. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാവും. രണ്ടാമത്തെ വരുന്ന കർത്താവിൻ്റെ ഇത്തിരി രൂക്ഷമായിട്ടോ. അത് നമ്മൾ ഓർക്കണം. എപ്പോഴും കർത്താവ് പാവമെന്ന് പറഞ്ഞിരിക്കേണ്ട, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ക്ഷമിച്ചോളും എന്ന് വരെ നമ്മൾ വിചാരിക്കേണ്ട. ഈ അടുത്തിടെ ഞങ്ങളുടെ മാനരച്ചൻ ഈ ഡെയിലി ഓരോ കഥ എഴുതും. ആ കഥയ്ക്കകത്ത് ഇതുപോലൊരെണ്ണം കൊടുത്തിട്ടുണ്ട്, ക്ഷമിക്കുന്നതിനെക്കുറിച്ച്. ക്ഷമം എപ്പോഴുമില്ല, ആ ക്ഷമിക്കുന്നതിന് പരിധിയുണ്ട് എന്നത് ഓർക്കുക. ദൈവം നമ്മളെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനീ പറയുമ്പോൾ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നമ്മുടെ അടുത്തുണ്ട്. ദൈവമില്ലാത്ത സ്ഥലമില്ല. ദൈവത്തിന് അറിയാത്തൊരു കാര്യമില്ല. ദൈവത്തിന് നമ്മുടെ മടങ്ങി വരവാണ് ആവശ്യം. നമ്മൾ നശിച്ചുപോയ അവസ്ഥയിൽ നിന്ന് തിരിച്ചു വരാനാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. നമ്മൾ അറിയാതെ ഒത്തിരി തെറ്റുകൾ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ നവമാധ്യമങ്ങളോട് കൂടുതൽ സല്ലപിക്കുന്നവരാണ് ഒത്തിരി തെറ്റുകൾ പലപ്പോഴും ചെയ്യുമെന്ന് എനിക്ക് തോന്നാറുണ്ട്. അവരറിഞ്ഞും അറിയാതെയും പലപ്പോഴും പലതും തെറ്റായ കാര്യങ്ങൾ പറയാറുണ്ട്, പലരെയും അവഹേളിക്കാറുണ്ട്. അതെല്ലാം തെറ്റായ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ കുടുംബത്തിൽ ചിലരെ നമ്മളെ പീഡിപ്പിക്കാറുണ്ട്. പീഡിപ്പിക്കാൻ നമ്മൾ തോന്നുന്ന ഒരു തമാശ, ഞാൻ തമാശന് പറഞ്ഞതല്ലേ എന്നാണ് പറയണത്. പക്ഷെ അവരുടെ ഹൃദയത്തിൽ കൊള്ളും കേട്ടോ. ഞാനത് പറഞ്ഞപ്പോൾ ഒരു തമാശന് പറഞ്ഞു എന്നേ ഉള്ളൂ, അതിന് ഇത്ര വിഷമിക്കാൻ എന്നാ എന്ന് ചോദിക്കുമ്പോൾ അവരുടെ മനസ്സിലെ വേദന ഞാനും നിങ്ങളും അറിയണം. ഇത് മറന്നു പോകരുത്. ദൈവം തമ്പുരാൻ നമ്മെ ശോധന ചെയ്യുന്നു, നമ്മെ പരീക്ഷിക്കുന്നു. നമ്മെക്കുറിച്ച് അവന് നല്ല ബോധ്യവുമുണ്ട്. അതിന് പ്രത്യേകിച്ച് ആരുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട. പക്ഷേ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനും ദൈവത്തെ അടുത്തറിയുവാനും ദൈവത്തിൻ്റെ സ്നേഹം പിടിച്ചു പറ്റുവാനും കഴിയണം. ഞാനിന്ന് കാലത്ത് എൻ്റെ കൂടെ 2 കൊച്ചുങ്ങൾ കൂടെയുണ്ട്. അവരോട് പറഞ്ഞു, പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തോട് ചേർന്ന് നിൽക്കുക, അമ്മയുടെ മാറി നിൽക്കുക കുഞ്ഞിനെ പോലെയാണ്. ദൈവസന്നിധാനത്തിങ്കൽ കരുതലോടെ നിൽക്കുക. നമ്മുടെ വാചകത്തിൻ്റെ അർത്ഥവും പാട്ടിൻ്റെ ഗാംഭീര്യവും ഒന്നുമല്ല ദൈവം നോക്കുന്നത്. പാട്ടിൻ്റെ സൗന്ദര്യത്തോടെ പാടാൻ കഴിയുന്നെങ്കിൽ പാടുന്നത് നല്ലതാണ്. അല്ലാത്തപ്പം ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ദൈവത്തിനറിയാം. ദൈവം തന്ന എൻ്റെ നാക്ക്, അച്ഛൻ്റെ നാക്ക്, നിങ്ങൾക്കൊക്കെ കിട്ടിയിരിക്കുന്നതും ദൈവം വരാൻ തന്നതാണ്. അവനറിയാം നമ്മുടെ. പക്ഷെ നമ്മുടെ ആത്മാർത്ഥത എത്രയുണ്ട് എന്നതാണ് നാം അറിയേണ്ടത്. അതാണ് കായീൻ്റെ ബലിയിലെയും ഹാബേലിൻ്റെ ബലിയുടെയും വ്യത്യാസം. ഹാബേൽ ദൈവത്തിന് കാഴ്ച കൊണ്ടുവന്നത് തലേദിവസം മുന്നൊരുക്കത്തോടാണ്. അതിനകത്തൊരു വാക്ക് പറയുന്നുണ്ട്, മേധസ്സിൽ തന്നെ അവൻ കൊണ്ടുവന്ന്, തനിക്കുള്ളതിൽ മേധസ്സിൽ തന്നെ കൊണ്ടുവന്നു. ആ മേധസ്സാണ് പ്രത്യേകത. വേറൊന്ന് അതിനപ്പുറയോട്ടില്ല എന്ന ബോധ്യം
നമുക്കുണ്ടായിരിക്കണം. ദൈവത്തിന് കൊടുക്കുമ്പോൾ നേരത്തെ തയ്യാറെടുത്ത് പ്രാർത്ഥിച്ച് ഒരുങ്ങി ചെയ്യുവാൻ നോക്കുക. മറ്റുള്ളവർ കൊടുക്കുമ്പോഴും അത് തന്നെയാണ്. നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുമ്പോൾ അത് അവർക്ക് കൊടുക്കുന്നത് ഒരു കരുതലാണ്, ഒരു സ്നേഹമാണ്, ഒരു പ്രിയമാണ്. ദൈവത്തിന് കൊടുക്കുന്നതിന് തുല്യമാണ് ഞാൻ നിങ്ങൾ അതല്ലേ പറയാം. നിങ്ങൾ ചെറിയൊരുവന് ഒരു പാത്രം കഞ്ഞിവെള്ളം വെള്ളം കുടിക്കുവാൻ കൊടുത്താൽ അതുപോലും കണക്കെടുപ്പെടുന്നു. എനിക്ക് തന്നതാണ്, ദൈവം തമ്പുരാന് കൊടുക്കുന്നതാണെന്നുള്ള ബോധ്യത്തോടെ ചെയ്യുക. ഞങ്ങൾ അച്ഛന്മാരെയും അച്ഛന്മാരെയും ഒക്കെ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലതാണ്. അല്ലാതെ ഞങ്ങളെ പറകുന്നിലെ വ്യവസായനാന് തരുന്നതല്ലല്ലോ. ദൈവം തമ്പുരാൻ്റെ പ്രതിപുരുഷൻ എന്ന നിലയ്ക്ക് തരുന്നതാണ്. പക്ഷെ അത് വേണ്ടുന്ന അർത്ഥത്തിൽ ചെയ്യുമ്പോൾ മാത്രമേ അതിന് ഗാംഭീര്യം കിട്ടുകയുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ അധികം തന്നെ ദീർഘിപ്പിച്ച് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ടത് ഒന്ന് രണ്ട് കാര്യങ്ങളും എന്നോട് ചേർന്ന് അത് തന്നെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. ഒന്ന്, നമുക്കുണ്ടാകുന്ന കഷ്ടപ്പാട് എന്തുകൊണ്ട്? എനിക്ക് നിങ്ങൾക്കുണ്ടാകുന്ന കഷ്ടപ്പാടുകൾക്ക് വിവിധങ്ങളായ അർത്ഥങ്ങളുണ്ട്. ഒന്നുകിൽ ദൈവനാമ മഹത്വത്തിനാണ്. ദൈവനാമ മഹത്വത്തിനാണെങ്കിൽ എന്നെ അതിനുപയോഗിക്കുന്നല്ലോ എൻ്റെ കർത്താവേ എന്നാണ് ഞാനും നിങ്ങളും പറയേണ്ടത്. മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ഒരു കനിമറിയാമിന് ഇപ്പോഴും എല്ലാവരുടെയും ഉള്ളിൽ കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ എൻ്റെ പ്രവൃത്തി ഇത്ര പീഡ സഹിച്ചിട്ടും എൻ്റെ പ്രവൃത്തി നന്മയോടെ ചെയ്യുന്നു, തെറ്റിലേക്ക് വഴുതിപ്പോകാതെ കാത്തു സൂക്ഷിക്കുന്നു എന്നത് വലുതാണ്. ഒന്നാമത്തെ ഹൗവായ്ക്ക് വീഴ്ച പറ്റിയെങ്കിൽ രണ്ടാമത്തെ ഹൗവ പിടിച്ചു നിൽക്കുകയാണ് പരിശുദ്ധാത്മ കൃപയിൽ. അത് ദൈവത്തിൻ്റെ നാമം മഹത്വത്തിനാണ്. ആ പെങ്കൊച്ചാണ് ഇതേറ്റത്. അതിനെക്കുറിച്ച് പിതാക്കന്മാർ പറയുന്നത് അറിയാമോ? 14 വയസ്സുള്ള ഗ്രാമീണ പെങ്കൊച്ചാണ്. ആ പെങ്കൊച്ചിന് കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല, എന്നാലും പറയുന്നുണ്ട്. സംഭവിക്കാനുള്ള കാര്യങ്ങളെല്ലാം പറയുമ്പോഴാണ് അവളെ പരിശുദ്ധാത്മ കൃപയാൽ പഠിപ്പിക്കുകയാണ്. പിതാക്കന്മാർ പറയുന്നത് ആ കുഞ്ഞു മനസ്സിനെ പിതാവാം ദൈവത്തിൻ്റെ തിരുഹിതം അറിയാൻ തക്കവണ്ണം വലിമപ്പെടുത്തി എന്നാണ്. നമ്മളാണെങ്കിൽ ഇപ്പം വന്ന് കുടിസാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. മനസ്സ് വലുതാക്കുകയല്ല, വലിയ മനസ്സുണ്ടായിരുന്നെല്ലാം കുടിസാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം നമ്മുടെ മനസ്സ് കുടിസാക്കുകയാണോ വലുതാക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് വലുതാക്കണം. അല്ലാതെ തെറ്റിലേക്ക് പോകാനുള്ള വലിമപ്പെടുത്തൽ നന്നല്ലെന്ന കാര്യം ഓർക്കുക. അമ്മ ഒത്തിരി കഷ്ടപ്പെട്ടു, പ്രയാസപ്പെട്ടു. പൗലോസ്ലീഹ ദൈവത്തിനായി ജീവിച്ച ആളാണ്. അദ്ദേഹം തന്നെയാണ് പറയുന്നത്, ഞാൻ എൻ്റെ വെളിപാടുകളുടെ ആധിക്യത്താൽ നിഗളിച്ച് പോകാതിരിക്കേണ്ടത്. ഇല്ലപ്പുറം നിഗളിക്കും. കഷ്ടപ്പാട് എല്ലാവർക്കും എപ്പോഴും ഏൽക്കാനൊക്കെയില്ല. ഈ വേദപുസ്തകത്തിൽ വായിക്കുമ്പോൾ ഞാൻ ഏറ്റവും ശക്തനും പ്രഗത്ഭനും എന്ന് പറയാറുള്ള ഏലിയാ പ്രവാചകനാണ്. ഏലിയാ പ്രവാചകൻ ചെയ്തത് തന്നെ, ഏലിയാ പ്രവാചകൻ സ്വർഗത്തിൽ നിന്ന് തീയിറക്കാൻ തക്കവണ്ണം വിശ്വാസമുള്ളവനാണ്. ഞാൻ പറഞ്ഞാൽ എൻ്റെ ദൈവം അയച്ചു തരും എന്നുള്ള ബോധ്യം, എൻ്റെ അപ്പൻ എനിക്ക് അയച്ചു തരും എന്നുള്ള ബോധ്യമുള്ള ആളാണ് ഈ പറയുന്ന ഏലിയാ പ്രവാചകൻ. അദ്ദേഹമാണ് പിന്നെ പറയുന്നത്, ഞാൻ ചത്തേച്ചാൽ മതി, എന്തിനാ ഇങ്ങനെ ജീവിക്കണേ? ഒരു ചെടിയുടെ ചോട്ടിൽ പോയി കിടന്ന് പറയുന്നില്ലേ, ഞാൻ ചത്തേച്ചാൽ മതി, എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്? ആ ചോദ്യം ഒരു മാനുഷികാവസ്ഥയിലാണ്. പക്ഷെ അവിടുന്ന് എഴുന്നേറ്റ് 40 ദിവസത്തെ നടപ്പ്, പ്രാർത്ഥനാപൂർവ്വമുള്ള നടപ്പ്. ആദ്യം ഭക്ഷണം കൊടുത്തപ്പോൾ കഴിച്ചേച്ച് കിടന്നുറങ്ങി, ചില പിള്ളേർ കിടന്നുറങ്ങുന്ന പോലെ വാശി പിടിച്ച്. രണ്ടാമത് വിളിച്ചെഴുന്നേപ്പിച്ച് നിനക്ക് ഒത്തിരി നടക്കാണ്ടെന്ന് പോകാൻ യാത്ര ചെയ്യാമെന്ന് പറഞ്ഞ് വിളിച്ചെഴുന്നേപ്പിക്കുക. അവിടെയാണ് ദൈവത്തെ കാണുവാനുള്ള ഭാഗ്യം കിട്ടുന്നത്. കഷ്ടപ്പാടുകൾ എപ്പോഴും നമുക്ക് വന്നെന്ന് വരാം. അവയെ അതിജീവിക്കുവാൻ, അങ്ങനെ ആരെങ്കിലും അങ്ങനെ അതിജീവിക്കുന്നവർ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. എലിസബത്തിനെ പോലെയും കന്യാമറിയാമിന് വേണ്ടി പ്രാർത്ഥിച്ചായിരിക്കും എലിസബത്ത്. കന്യാമറിയാമിന് വേണ്ടി പ്രവർത്തിച്ച യൗസേപ്പ് പിതാവ്. കന്യാമറിയാമിന് വേണ്ടി പ്രാർത്ഥിച്ച ആളായിരിക്കും സഖറിയ പുരോഹിതൻ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന നല്ല മനുഷ്യരുടെ ഗണത്തിൽ നാം എത്തണം. അതാണ് മധ്യസ്ഥ പ്രാർത്ഥന. എനിക്കും നിങ്ങൾക്കും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവസരം കിട്ടുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടും, ഉറപ്പാണ്. അത് നമ്മൾ പ്രത്യേകിച്ച് ഓർക്കുക. രണ്ടാമതായിട്ട് നമ്മുടെ അവിടെ ചിന്തിച്ചതായ കാര്യം, ദൈവത്തിൻ്റെ സമയവും നമ്മുടെ സമയവും തമ്മിൽ അതൊരു വല്ലാത്ത ചിന്തയാണ്. എനിക്കും പലപ്പോഴും തോന്നുന്ന ഒരു വിഷയമാണ്, എന്തിനാ ദൈവമേ ഇങ്ങനെ ആവശ്യമില്ലാതെ വേദനിപ്പിക്കുന്നതെന്ന് തോന്നും. നമുക്കൊക്കെ തോന്നുന്നുണ്ടാവും, ആവശ്യമില്ലാതെ അധികപ്പറ്റായി പോകുന്നല്ലോ എന്ന് തോന്നും. അധികപ്പറ്റല്ലെന്നാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. അതിന് സമയമുണ്ട്, വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്.
അല്പം വെയിറ്റ് ചെയ്യേ എന്ന് പറയുന്നത്. ആ വെയിറ്റ് ചെയ്യുന്നത് പൂർണ്ണതയിലെത്താനാണ്. ആ പൂർണ്ണതയിൽ എത്തുന്നത് വരെ ഞാനും നിങ്ങൾ ക്ഷമയോടെ കാത്തു നിൽക്കേണ്ടി വരും. അത് നമ്മൾ രണ്ടാമത് പറഞ്ഞത്. മൂന്നാമത്, പ്രതിസന്ധികളുടെയും ആക്രമണത്തിൻ്റെയും മുമ്പായി ആ സ്ഥലത്തേക്ക് പോകുന്ന കർത്താവ് ദൈവാശ്രയബോധം നമുക്ക്, നമ്മൾ പ്രതിസന്ധികൾക്ക് മുമ്പായി ചെല്ലുമ്പോൾ ധൈര്യത്തോടെ പോവുക. യോശുവയോട് കർത്താവ് പറഞ്ഞ വാക്കെന്നാ? അവിടെ പറയുന്നു, നീ ഉറച്ചു നിൽക്കുക, ഭയപ്പെടരുത്. അതാണ് കർത്താവ് പറഞ്ഞ വാക്ക്. നീ ഉറച്ചു നിൽക്കുക, ഭയപ്പെടരുത്. ഇത് നമുക്ക് അടിയന്തരമായിട്ട് ആവശ്യമുണ്ട്. ചില സമയത്ത് നമ്മൾ പതറിപ്പോവും. പതറേണ്ട ആവശ്യമില്ല. എന്നിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നാണ് നമ്മുടെ കർത്താവ് പറയുന്നത്. നമ്മുടെ സങ്കടത്തിലും നമ്മുടെ സന്തോഷത്തിലും എല്ലാം പങ്കുചേരുന്ന നമ്മുടെ കർത്താവ് നമുക്കുണ്ട്. അതുകൊണ്ട് ആ കർത്താവിൽ ആശ്രയിക്കുക. അതുകൊണ്ട് കണ്ണുനീർ വാർത്ത, അവരുടെ കരയുന്നത് കണ്ടിട്ടും അവരെ പ്രിയപ്പെട്ടവർ കരയുന്നത് കണ്ടിട്ടും കർത്താവ് കണ്ണുനീർ വാർത്തു. കല്ലറയ്ക്ക് ചെന്ന് പ്രാർത്ഥിക്കുമ്പോഴും കണ്ണീർ വാർക്കും. ആ കണ്ണീർ വാർക്കുന്ന കർത്താവ് നമ്മളുടെ നിയമലംഘനമില്ലാത്തതായ ഏത് സന്തോഷത്തിലും സന്താപത്തിലും ദുഃഖത്തിലും പങ്കുചേരുന്നവനാണ് എന്നുള്ള ബോധ്യം, അത് ഉറപ്പ് വരുത്തണം കേട്ടോ. നമ്മൾ ചെയ്യുന്നതെല്ലാം നിയമലംഘനമല്ലാത്തതാണോ, ദൈവത്തിന് ഹിതകരമാണോ എന്നുള്ള ഉറപ്പ് വരുത്തുന്നത് നന്നായിരിക്കും എന്നുള്ള കാര്യം. അവസാനം, നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന കാര്യങ്ങൾ, ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം. കാനാവിലെ കല്യാണത്തിന് മാതാവ് എന്നാ പറഞ്ഞത്? അവൻ നിങ്ങളോട് വല്ലതും പറഞ്ഞാൽ അത് ചെയ്തേക്കണം. ചെയ്തില്ലായിരുന്നെങ്കിലോ? പച്ചവെള്ളം വീഞ്ഞാക്കി വെക്കാൻ കർത്താവ്, പച്ചവെള്ളം കോരി പാത്രത്തിൽ നിറയ്ക്കാൻ കർത്താവ് പറഞ്ഞു. നിറച്ചില്ലായിരുന്നെങ്കിലോ? വീഞ്ഞ് കിട്ടൂല. നമ്മൾ കർത്താവ് പറഞ്ഞ് കേൾക്കാതിരുന്ന കാര്യം നടക്കൂല. അപ്പം ദൈവം തമ്പുരാൻ പറയുന്നത് കേൾക്കണം. നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടത് 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചുകൂടാ. അത് തന്നെയല്ലേ? നിങ്ങളുടെ പക്കൽ എന്നാ ഉള്ളേ? അതാണ് ചോദ്യം. അതുകൊണ്ട് കൊടുത്തു. അന്തരം പറഞ്ഞിട്ട് 5 അപ്പവും 2 മീനും ഉള്ളൂ, വേറെ ഒന്നുമില്ല. വേറെ കാണും കേട്ടോ. ഈ അമ്മമാർ മക്കൾക്കെല്ലാം പൊതിഞ്ഞു കൊടുത്തുകൊണ്ട് അവിടെയുള്ള പിള്ളേരുടെയിലൊക്കെ വേറെയും കാണും. അമ്മമാരെല്ലാം സൂക്ഷിച്ചു വെച്ചതായിരിക്കും അവളുമാരും. ഈ നല്ല അപ്പം പൊലിപ്പിച്ച് കിട്ടിയപ്പോൾ ഇതൊക്കെ എടുത്ത് വലിച്ചെറിയും. അങ്ങനെ നമ്മൾ പൂഴ്ത്തി വെക്കും. നമ്മൾ ചില സമയത്ത് ചെയ്യേണ്ട നല്ല കാര്യങ്ങൾ സമയത്ത് ചെയ്യത്തില്ല, പൂഴ്ത്തി വെക്കും. ഇവിടെ ഈ പിള്ളേരൊക്കെ എന്ത് ചെയ്ത് കാണും? കർത്താവ് വാഴ്ത്തി നുറുക്കി കൊടുത്ത അപ്പം നല്ല ടേസ്റ്റായിരിക്കും, നല്ല പുതുമയുള്ളതായിരിക്കും. അത് കെട്ടിയപ്പം പഴയതോടെ വെച്ചുകൊണ്ടിരിക്കും. ചെറുതായിട്ട് വളിച്ചു തുടങ്ങി 3 ദിവസം കൂടെ ഉണ്ടായിരുന്നു. വളിച്ചു തുടങ്ങി എന്ത് ചെയ്യും? അവർ സൗകര്യപൂർവ്വം എവിടെയും കൊണ്ട് കളഞ്ഞു കാണും. എന്നിട്ട് ഇതെടുത്ത് വെച്ചു കാണും. അപ്പം നമ്മൾ പൂഴ്ത്തി വെക്കുമ്പോൾ ഓർക്കുക. അതേസമയത്ത് ആ മറ്റേ ബാലനോ, അവൻ്റെ അഭിമാനം എന്തായിരിക്കും? ഞാൻ ചിലപ്പം മനസ്സിൽ ഓർക്കാറുണ്ട്, അവൻ മരിക്കുന്നത് വരെ അവൻ്റെ ആത്മാഭിമാനം ഭയങ്കരമാണ്. എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ കർത്താവിന് അപ്പം കൊടുത്തത് ഞാൻ അന്നേരം കൊടുത്തില്ലായിരുന്നല്ലോ. അങ്ങനെ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കർത്താവ് വാങ്ങിക്കും കേട്ടോ. ആ സമയത്ത് നമ്മൾ കൊടുക്കാൻ കഴിയാനായിട്ട് കഴിയണം. അത് അർഹത വേണം കേട്ടോ. തോന്നുന്നതിന് കൊടുത്താൽ പോരാ. എറണാകുളത്ത് പലരെക്കുറിച്ച് എനിക്കറിയാം, പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവർ നല്ലപോലെ സുവിശേഷത്തിന് കൊടുക്കും. പക്ഷേ സഭയുടെ സുവിശേഷത്തിന് കൊടുക്കുന്നുണ്ടോ എന്ന് ഞാൻ അവരോട് ചോദിക്കാറുണ്ട്. അവർ കൊടുക്കുന്ന മറ്റു കാര്യങ്ങൾക്കാണ്. അർത്ഥമറിഞ്ഞ് എന്തിന് കൊടുക്കുന്നു എന്നുള്ള ബോധ്യത്തോടെ കൊടുക്കുക, അത് അത്യാവശ്യമാണ്. അത് അല്ലാതെ ചുമ്മാ അത് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തിന് കൊടുത്തു, എങ്ങനെ കൊടുത്തു എന്നത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇവൻ വന്ന ശിഷ്യന്മാരെല്ലാം പരിശോധിച്ച് നോക്കിയപ്പോൾ മറ്റൊരു പൂഴ്ത്തി വെച്ചപ്പോൾ ഇവൻ എടുത്തു കൊടുത്തതിൻ്റെ ഇതുണ്ട്, അത് പൊലിപ്പിച്ചു. പക്ഷെ അവിടെ ഞാൻ ശിഷ്യന്മാരുടെ കാര്യം ഞാൻ വളരെ ഭംഗിയായി കാണുന്നത്. അത് എന്നിട്ട് 5 അപ്പം കൊണ്ട് കൊടുത്തു കഴിഞ്ഞിട്ട് കർത്താവ് പറയുന്നത് എന്താ? ഇവരെ പൊലിപ്പിക്കുന്നതിന് മുമ്പ് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു. എന്തു പറഞ്ഞു? ഇവരെ പന്തിയായിരുത്തുവേൻ. അവരെ അച്ചടക്കത്തോടെ 5000 പുരുഷന്മാരും പിന്നെ കുഞ്ഞുങ്ങളും സ്ത്രീകളും ഒരു 10,000 പേര് കാണും അല്ലേ? അവരെത്ര മനോഹരമായിട്ട് ഇരുത്തി ഭക്ഷണം കൊടുത്ത് മിച്ചം വന്നെല്ലാം പെറുക്കി വെച്ചത്. നമുക്കത് പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. വെട്ടിക്കൽ ദേറായിലിരിക്കുമ്പോൾ ഒരു പ്രാവശ്യം സൺഡേ സ്കൂൾ അധ്യാപകരുടെ മീറ്റിംഗ് നടത്തി. ഒരു 3500 പേര് വന്നിരുന്നു. അതിനുവേണ്ടി വിളമ്പാൻ പെട്ട പാട്. എന്നാൽ ഭംഗിയൊക്കെ ചെയ്തു. ഈ 10,000 പേര് കർത്താവിൻ്റെ ശിഷ്യന്മാർ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തല്ലോ എന്ന് ഞാൻ ഓർക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. പക്ഷെ അവരുടെ വിശ്വാസം, ഗുരുവാണ് പറഞ്ഞ് ഇരുത്താൻ പറഞ്ഞ് ഇരുത്തി.
അതിന് പറഞ്ഞില്ല, നീ പൊലിപ്പിച്ച് കാണട്ടെ. നമ്മളാണ് എന്ത് പറയും, അതുണ്ടാവും നോക്കണ്ടേ. അതൊന്നുമില്ല, അതിന് വെയിറ്റ് ചെയ്യാതെ സമ്മതിച്ചു കൊടുക്കുകയാണ് ചെയ്യാനായിട്ട്. ദൈവത്തിൻ്റെ മുമ്പാകെ വിശ്വാസത്തോടെ സമർപ്പിച്ച് അനുഗ്രഹം പ്രാപിക്കാനായിട്ട് ഇടയാവട്ടെ. സങ്കടപ്പെടുന്നവർ സങ്കടപ്പെടുകയും സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കുകയും ചെയ്യാൻ ഇടയാകണം. നമുക്ക് ആർക്കു വേണ്ടിയും പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ ചിലരൊക്കെ സങ്കടത്തോടെ ചിലത് വന്ന് പറയട്ടോ. എന്നിട്ട് പരുമല കുർബാന കഴിഞ്ഞിരിക്കുമ്പോൾ ഞാനിങ്ങനെ ഇറങ്ങിപ്പോരുമ്പോൾ ഒരു അപ്പച്ചൻ എന്ന് പറയാൻ പറ്റില്ല, എന്നേക്കാൾ പ്രായക്കുറവാണ്, ഒരു 10-60 വയസ്സുള്ള ആൾ എൻ്റെ അടുത്ത് വന്നു വെച്ചാൽ, പണ്ടൊക്കെ പറയും അപ്പച്ചൻ എന്ന് പറയും, ഇപ്പം ഞാൻ ഇപ്പോഴും വലിയ അപ്പച്ചനായിരിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, മോനൊരു കല്യാണമായില്ല കേട്ടോ. അപ്പം കവറിൻ്റെ തൊട്ട് മുമ്പിലാണ്. അപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം, 1 വർഷത്തിനകം ആകുമായിരിക്കും. തലേ കഴിച്ച് അനുഗ്രഹിച്ച് പോകുമ്പോൾ ഞാനിപ്പോഴും ആ മനുഷ്യൻ്റെ സങ്കടപ്പെടുന്ന മുഖം, മകനൊരു ഭാര്യയെ കിട്ടിയില്ല ഇതുവരെയും എന്ന്, അവന് ഓട്ടമായി എവിടെയും സ്വന്തമായിട്ടിരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ പോലെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ സങ്കടപ്പെടുന്ന മുഖം മനസ്സിൽ തെളിഞ്ഞു വരാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുമ്പോഴാണ് നമുക്ക് കൂടുതൽ അനുഗ്രഹം കിട്ടുന്നത്. അല്ലാതെ നമ്മുടെ കാര്യം മാത്രം പറയുകയല്ലോ കേട്ടോ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ. ഒത്തിരി കാര്യങ്ങൾ ഈ മധ്യസ്ഥ പ്രാർത്ഥന കാര്യമൊക്കെ വെക്കുമ്പോൾ അതിനകത്ത് 4 പേർ ചുമന്നവർ കൊണ്ടുവന്ന് അങ്ങനെയല്ലേ, അവരുടെ വിശ്വാസം കണ്ടിട്ടാണ് പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് പോകാൻ പറഞ്ഞത്. അപ്പം പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ സാധാരണ മറ്റുള്ളവർ സങ്കടം മുഴുവൻ കേൾക്കുമോ? ചിലർ പറഞ്ഞു വരുമ്പോഴത്തേന് വായിക്കോട്ടെ ഇടാൻ തുടങ്ങും അല്ലേ. അപ്പം തോന്നും എങ്ങനെയാണ് മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പറയും. പറയുന്ന ആൾ നിർത്തും, കേൾക്കുന്നവർക്ക് ഉറക്കവും വരും. അത് സങ്കടപ്പെടുന്നവരോടുകൂടെ സങ്കടപ്പെടാനും സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കാനും കഴിയണം, പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ നല്ല ജനമാകുകയുള്ളൂ. ഇത് പ്രാർത്ഥനയ്ക്കുള്ള ആഴ്ചയാണ് പ്രവേശിക്കാൻ പോകുന്നത്. ഈ പ്രാർത്ഥനയ്ക്കുള്ള ഈ ആഴ്ചയിൽ ദൈവത്തിൻ്റെ കൃപ സമൃദ്ധിയായി നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, എന്നോടുകൂടി ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ തിരുമേനിമാരും അച്ഛന്മാരും പറയുന്നൊരു കാര്യമുണ്ട്. എന്താ പറയുന്നത്? നിങ്ങളെല്ലാവരും സമാധാനത്താലെ പോകുകയും എന്നേക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ഇന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർ കൈവക്കാൻ ഞാൻ പറയുന്നില്ല. അച്ഛന് വേണ്ടി കഴിഞ്ഞ ആഴ്ച അച്ഛൻ പറഞ്ഞപ്പം പ്രാർത്ഥിച്ചതിന് വേണ്ടി കൈവക്കാൻ ഞാൻ പറയുന്നില്ല. പക്ഷേ പ്രാർത്ഥിക്കണം. ഇപ്പോഴത്തെ കുഴപ്പം എന്നാ അറിയാമോ? ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ ഒത്തിരി കാണുന്നുള്ളൂ. അതാണ് ഏറ്റവും വലിയ സങ്കടം. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് കുറവുണ്ടെങ്കിൽ ദൈവമേ ഞങ്ങളുടെ അച്ഛന് അല്ലെങ്കിൽ ഞങ്ങളുടെ തിരുമേനിക്ക് നൽബുദ്ധി കൊടുക്കണമേ എന്ന്. നീ തിരുമേനിക്ക് അച്ഛൻ നൽബുദ്ധിയാണെങ്കിൽ വേറെ ബുദ്ധി കൊടുക്കാനില്ല. ഈ പ്രാർത്ഥിക്കുന്നവർ കുഴപ്പമാണെങ്കിൽ അതും പ്രശ്നം കേട്ടോ. അതുകൊണ്ട് ദൈവം നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഞങ്ങളുടെ അച്ഛനും തിരുമേനിക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അതാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഏറ്റവും നല്ലത്. അത് അച്ഛന്മാർക്കും തിരുമേനിമാർക്കും വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും വേണ്ടിയും അങ്ങനെയാണ് നല്ലത്. ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ അദൃശ്യമായ വലതുകരം എൻ്റെയും നിങ്ങളുടെയും മേൽ ഉണ്ടായിരിക്കുമാറാവട്ടെ.